السلام عليكم ورحمة الله. മിഹ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പൊന്നു പെങ്ങളെ മിഴിതള്ളി തുറന്നതാവേറെ സഹിക്കുന്ന അധികവും നിങ്ങള പെണ്ണുങ്ങളെ അധികവും നിങ്ങള പെണ്ണുങ്ങളെ മിഹ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പൊന്നു പെങ്ങളെ മിഴിതള്ളി തുറന്നതാവേറെ സഹിക്കുന്ന അധികവും നിങ്ങള പെണ്ണുങ്ങളെ അധികവും നിങ്ങള പെണ്ണുങ്ങളെ തീയാൽ നെയ്യൽ ചെയ്തൊരു മകന യാതന നിന്നോട് തലമുടിയെ ഒയ്യാൻ വൈകിൽ യാതൊരു തരത്തിൽ നോടിയ വിധമാ പെൺമണിയെ തീയാൽ നെയ്യൽ ചെയ്തൊരു മകന യാതന നിന്നോട് തലമുടിയെ ഒയ്യാൻ വൈകിൽ യാതൊരു തരത്തിൽ നോടിയ വിധമാ പെൺമണിയെ മണിയെ നീ തലമാറയ്ക്കാതെ ദുനിയാവിൽ നടന്നതിനുള്ള ശിക്ഷയാണല്ലോ തനിയെ നീ ചെയ്ത അമലെല്ലാം ആരുമേ സഹായത്തിനില്ലല്ലോ ആരുമേ സഹായത്തിനില്ലല്ലോ മിഹ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പൊന്നു പെങ്ങളെ മിഴിതള്ളി തുറന്നതാവേറെ സഹിക്കുന്ന അധികവും നിങ്ങള പെണ്ണുങ്ങളെ അധികവും നിങ്ങള പെണ്ണുങ്ങളെ കിട്ടിയ മാരനെ കത്തിയിൽ ചീത്ത വിളിക്കണ നാരി കേൾക്കണ്ടേ തിട്ടമതാൽ നിനക്കുള്ളൊരു ശിക്ഷയെ കാഠിന്യമെന്തെന്നറിയണ്ടേ കിട്ടിയ മാരനെ കത്തിയിൽ ചീത്ത വിളിക്കണ നാരി കേൾക്കണ്ടേ തിട്ടമതാൽ നിനക്കുള്ളൊരു ശിക്ഷയെ കാഠിന്യമെന്തെന്നറിയണ്ടേ അറിയണ്ടേ നിനക്കുള്ളതാവും പൊള്ളിച്ചതാ കിട്ടി പീരടിയിൽ ഓർക്കണേ നെറുകേടും ഹസദും ഫസാദും നടത്തുന്ന പെണ്ണാവൾ ആരോ നിങ്ങൾ ഓർക്കണേ പെണ്ണാവൾ ആരോ നിങ്ങൾ ഓർക്കണേ മിഹ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പൊന്നു പെങ്ങളെ മിഴിതള്ളി തുറന്നതാവേറെ സഹിക്കുന്ന അധികവും നിങ്ങള പെണ്ണുങ്ങളെ അധികവും നിങ്ങള പെണ്ണുങ്ങളെ നഗ്നത നിങ്ങളുടെ പാതി തുറന്ന് അന്യപുരുഷനെ കാട്ടല്ലേ അഗ്നിയിൽ വെന്ത് കരിഞ്ഞിടുമേ ജഡമെന്നത് നീ മറന്നിടല്ലേ നഗ്നത നിങ്ങളുടെ പാതി തുറന്ന് അന്യപുരുഷനെ കാട്ടല്ലേ അഗ്നിയിൽ വെന്ത് കരിഞ്ഞിടുമേ ജഡമെന്നത് നീ മറന്നിടല്ലേ മറകൂട മുഴുവനും കാണും നിറയോനിൽ ഇടതടവില്ല നീയും ചോദിച്ചോ മദിവാനിൽ ഊതി കത്തിലെങ്കും മഹമൂദിൽ മലർമൊഴിയാണ് മോളെ സൂക്ഷിച്ചോ മലർമൊഴിയാണ് മോളെ സൂക്ഷിച്ചോ മിഹ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പൊന്നു പെങ്ങളെ മിഴിതള്ളി തുറന്നതാവേറെ സഹിക്കുന്ന അധികവും നിങ്ങള പെണ്ണുങ്ങളെ അധികവും നിങ്ങള പെണ്ണുങ്ങളെ മിഹ്റാജ് ദിനം രാവിൽ ത്വാഹ റസൂലുള്ളാഹ് നരകത്തെ കണ്ട് പൊന്നു പെങ്ങളെ മിഴിതള്ളി തുറന്നതാവേറെ സഹിക്കുന്ന അധികവും നിങ്ങള പെണ്ണുങ്ങളെ അധികവും നിങ്ങളാ പെണ്ണുങ്ങളെ
പേരുണ്ട് കേട്ടപ്പോൾ വന്നോർ ചോടുന്നു രാശാനേ പിണ്ടേ കൂട്ടുകാർ എങ്കയാമൊന്ന് പേശു നീ വീരറുകൾ കൊള്ളും മാക്ക് ചെവിത്തിട്ട് പീഡല്ലാതാറ് പാത്തമ്പാക്ക് ചെവിത്തിട്ട് പേരുണ്ട് കേട്ടപ്പോൾ വന്നോർ ചോടുന്നു രാശാനേ പിണ്ടേ കൂട്ടക്കാർ എങ്കയാമൊന്ന് പേശു നീ വീരറുകൾ കൊള്ളും പാക്ക് ചെവിത്തിട്ട് വീടല്ലാതാറ് പാത്തമ്പാക്ക് ചെവിത്തിട്ട് ഓരോരോ കൂട്ടർ വരുന്നു മറ്റുള്ളോർ പോകുന്നു ഒക്കെയും ഹാക്കവൻ വേണ്ടുവൈത്തേപ്പുൽ ആകുന്നു കാര്യം ചെന്നതേ പിന്നെ തന്നെ കനിന്തില്ല കൽബകൽബുദം ഉത്ഭവിത്ത് നിനന്തെല്ലാം എല്ലാം പാടേ തോനെ തേടലേ സലാമത്ത് ഇല്ലാതെ ദുനിയാവ കൊണ്ടണല്ലോ മലാമത്ത് ദില്ലിൽ അതേ ഖൈറ് താകിയാളൂറ്റി വാക്കാലും സിംഹാസനത്തിൻ ഒരു തെന്നൂത്തതിരുകാലും പേരുണ്ട് കേട്ടപ്പോൾ വന്നോർ ചോടുന്നു രാശാനേ പിണ്ടേ കൂട്ടക്കാർ എങ്കയാമൊന്ന് പേശു നീ വീരറുകൾ കൊള്ളും പാക്ക് ചെവിത്തിട്ട് പീഡല്ലാതാറ് പാത്തമ്പാക്ക് ചെവിത്തിട്ട്. സഹോദരരെ, പരിശുദ്ധമായ ബൽഖായിലെ ചക്രവർത്തിയായിരുന്ന രാജാവ് ഇബ്രാഹിം ഇബ്നു അദ്ഹം ലോകം കണ്ട രാജാക്കന്മാരിൽ ഏറ്റവും സുഖലോലുപനായി ജീവിച്ച മഹാരാജാവ്. ആ സുഖലോലുപനായി ജീവിച്ച രാജാവിന്റെ എല്ലാ സുഖസൗഖ്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് തന്റെ സിംഹാസനം ഒടിഞ്ഞ് പ്രിയപ്പെട്ടവരെ ഒരു കരിമ്പടത്തിന്റെ വസ്ത്രം എടുത്തുകൊണ്ട് സ്വർണത്തിന്റെ തുകിലാടടിച്ച് വിരിച്ചെറിഞ്ഞുകൊണ്ട് എല്ലാ പ്രജകളെയും എല്ലാ അടിമകളെയും ഭാര്യ മക്കളെയും ഒഴിവാക്കിക്കൊണ്ട് മഹാനവറുകൾ ഇതാ കൊട്ടാരം വിട്ടിറങ്ങാൻ പോവുകയാണ്. അതിന് കാരണമായി 4-5 പരീക്ഷണങ്ങൾ പടച്ചതമ്പുരാൻ മഹാനവറുകൾക്ക് നേരിൽ കാണിച്ചു കൊടുത്തു. ആ പരീക്ഷണങ്ങൾ നമ്മൾ ഇന്നലെ വിശദീകരിച്ചതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു പെണ്ണിന്റെ ഒരു അനുഭവം, അതുപോലെ വെള്ളിപ്പയുടെ പൊക്കണത്തിൽ നിന്ന് റൊട്ടിയെടുത്തുകൊണ്ടിരുന്ന അനുഭവങ്ങളും, ഇങ്ങനെ 4-5 അനുഭവങ്ങൾ. ഈ 4-5 അനുഭവങ്ങൾ ഒത്തു വന്നപ്പോ പരിശുദ്ധമായിരിക്കുന്ന മഹാനായ രാജാവ് കൊട്ടാരം വിട്ടിറങ്ങാൻ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെ നാളെ അദ്ദേഹം ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴാണ് രാത്രി കിടന്നുകൊണ്ട് അദ്ദേഹം ചിന്തിക്കുന്നത്, റബ്ബേ, ഞാൻ ഈ കൊട്ടാരം വിട്ടിറങ്ങിയാൽ എനിക്ക് ആരാ ഭക്ഷണം തരിക? നേരത്തിന് ഭക്ഷണം എവിടുന്ന് കിട്ടുമെന്നൊരു ചിന്തയിൽ അദ്ദേഹം തന്റെ ബെഡ്റൂമിലേക്ക് കടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, റാസിഖായ തമ്പുരാൻ അല്ലേ, റാസിഖായ റബ്ബല്ലേ ഭക്ഷണം കൊടുക്കുന്നത്. അതെല്ലാം മറന്നുകൊണ്ട് അദ്ദേഹം അത് ചിന്തിച്ചു പോയി. അത് ഇബ്ലീസിന്റെ പ്രേരണയായിരുന്നു. പിറ്റേ ദിവസം തന്റെ ഭോജനശാലയിൽ ഭക്ഷണം കഴിക്കുവാൻ വേണ്ടിക്കൊണ്ട് രാജാവ് ഇരിക്കുകയാണ്. അന്ന് രാജാവിന് ആ സമയത്ത് പ്രധാനമായി ഇഷ്ടം പത്തിരിയാണ്, ഖുബ്സാണ്. ആ പത്തിരി കഴിക്കുവാൻ വേണ്ടി രാജാവ് ഇരിക്കുമ്പോ പെട്ടെന്നൊരു കാക്ക ഒരു പത്തിരി കൊത്തിക്കൊണ്ട് അങ്ങോട്ട് പറക്കുകയാണ്. ഒരു കറുത്ത കാക്ക വന്ന് പത്തിരി കൊത്തി പറക്കുമ്പോ നമുക്കും ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ. അതെല്ലാം മാറ്റി അദ്ദേഹം ഭക്ഷണം കഴിച്ചു. രണ്ടാമത്തെ ദിവസം അത് തന്നെ സംഭവിച്ചു. ഇങ്ങനെ 6 ദിവസം തുടർച്ചയായി സംഭവിക്കുമോ രാജാവ് തീരുമാനിച്ചു, കാക്കൻ എങ്ങനെ വിടാൻ പറ്റില്ല. നാളെ എങ്ങാനും ആ കാക്ക വരികയാണെങ്കിൽ അതിനെ പിന്തുടരണം. ആ കാക്കയുടെ കുടുംബം ഒന്നാകെ ഞാൻ തുലക്കും, അതിന്റെ കൂട് ഞാൻ പൊടിക്കും എന്ന് രാജാവ് ചിന്തിച്ചിട്ട് ആവനായിൽ പ്രിയപ്പെട്ടവരെ അമ്പും കുറ്റിയെല്ലാം നിറച്ച് കുതിരയെ റെഡിയാക്കി
വേണ്ട ഭക്ഷണവും വെള്ളം റെഡിയാക്കി ഒരു യാത്രക്കുള്ള സെറ്റപ്പോടുകൂടെ ആ രാജാവ് ഭക്ഷണം കഴിക്കുവാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുവാൻ 7ാമത്തെ ദിവസം ഇരിക്കുമ്പോഴും അതാ പെട്ടെന്ന് എവിടുന്നു ആ കാക്ക വന്നിട്ട് ആ പത്തിരി കുത്തിക്കൊണ്ട് അതാ പാറുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇത് പാറിയതോടുകൂടെ രാജാവ് എന്താ ചെയ്തത്? തന്റെ റെഡിയാക്കി നിർത്തിരുന്ന കുതിരപ്പുറത്തേക്ക് എടുത്തങ്ങോട്ട് ചാടി ആ കുതിര ഓടിപ്പിക്കുകയാണ്. ആ കുതിര അങ്ങോട്ട് ഓടിപ്പിച്ച് ആ കാക്കയുടെ പിന്നാലെ ഓടി. മുകൾ ഭാഗത്തൂടെ കാക്കയും താഴ്ഭാഗത്തൂടെ രാജാവും ഒട്ടനവധി സമയം സഞ്ചരിച്ചുകൊണ്ട് ഒരു വലിയ മലയിലേക്ക് കൊടും കാട ആ കാനത്തിലേക്ക് അതാ കാക്ക അങ്ങോട്ട് പറന്നു കയറിയപ്പോ ആ കാനത്തിലേക്ക് രാജാവും അതാ തന്റെ കുതിരയെ അടിച്ചു കയറ്റുകയാണ്. പക്ഷേ കാക്കയെ കാണാനില്ല. കൂരിട്ടുള്ള കാട്. പ്രിയപ്പെട്ടവരെ, മാനം മുട്ടേ നിൽക്കുന്ന വലിയ വലിയ മരങ്ങൾ, എങ്ങനെയെന്നോ പ്രിയപ്പെട്ടവരെ ഒഴുകി വരുന്ന കാട്ടുമൃഗങ്ങളുടെ ആ ശബ്ദങ്ങള്, അതുപോലെ തന്നെ കാട്ടുകിളികളുടെ കരകലാരവങ്ങള്. രാജാവ് ആ കാക്കക്കൂടും തെരഞ്ഞുകൊണ്ട് കാക്കകൾ കരയുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് തന്റെ കുതിരയെ വള്ളിച്ചെടികൾ മാറ്റിക്കൊണ്ട് കുറ്റിച്ചെടികൾ വടിഞ്ഞു മാറ്റിക്കൊണ്ട് മന്നം 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 മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ വളരെ ശ്രദ്ധയോടുകൂടെ രാജാവ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കരച്ചില് കേൾക്കുന്നത്. അത് കാക്കയുടെ കരച്ചിലല്ല, ഒരു മനുഷ്യന്റെ കരച്ചിലാണ്. രാജാവ് ഒന്നും നെടുങ്ങിപ്പോയി. മനുഷ്യവാസമില്ലാത്ത, മനുഷ്യന്മാരെ എത്തപ്പെടാൻ പോലും പ്രയാസപ്പെടുന്ന ഈ കൊടും കാറ്റിൽ ഒരു മനുഷ്യന്റെ സൗണ്ടോ? രാജാവ് ഒന്നും കൂടെ ശ്രദ്ധിച്ച് കാത് കൂർപ്പിച്ച് പിടിച്ചു ആ ഭാഗത്തിലേക്ക്. ആ സമയത്ത് കേൾക്കുന്നത് യാ ഹന്നാനു യാ മന്നാൻ, പടച്ച തമ്പുരാന്റെ പേര് വിളിച്ചുകൊണ്ടുള്ളേ സഹായം അഭ്യർത്ഥനയാണ്. പ്രിയപ്പെട്ടവരെ, ആ ദിക്കിലേക്ക് രാജാവ് മെല്ലെങ്ങനെ പോയല്ലോ. രാജാവിനെ അത്ഭുതപ്പെടുത്തി ആ കാഴ്ച കണ്ട രാജാവ് തന്റെ കുതിരപ്പുറത്ത് ചാടിയിറങ്ങിക്കൊണ്ട് തന്റെ ഉറയിൽ കരുതി വെച്ച വാള് ബിസ്മില്ലാഹ് ആ വാളും കൊണ്ട് വലിച്ചു വരികയാണ്. എന്താണ് രാജാവ് കണ്ട അത്ഭുതം? പ്രിയപ്പെട്ടവരെ, തുടരും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നമ്മൾ പരിപാടി നിർത്തിവെച്ചത്. അവിടുന്ന് തന്നെയാണ് പരിപാടി ആരംഭിക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തിരുന്തേ ഗോറാബേക്കന്റെ കോറം പുറയിൽ കുറെ ദൂരമില്ലേ അടുത്തന്ത നേരമില്ലേ ചെന്നമ പാരി പോയ പിന്നേരി രാജന കണ്ട് കുണ്ടണ്ടൊണ്ടടിക്കിണ്ടമാൽ ഒന്ന് കതിലേ അക്കദാൽ മഹി തലിലേ അടുത്തണ്ട നിരമിലേ ക്ഷണം പാറിപ്പോയി പിന്നേരി രാജനും കണ്ട് കൊണ്ടനുണ്ട് കിണ്ടമലേ അക്കദാൽ മഹി തലിലേ കഴുത്ത് കൊടുത്തിടവേ ഉടൻ ചോടിയിൽ തടവേ സബന്ധതുക്കവൻ ചിന്തി ഞാൻ പാരക്കാരൻ പാരം പാരം പൊന്നും പറ്റടവേ ചുമയാക്കി പോന്നിടവേ കറിയത്തിൽ പിടിച്ചണതേ മുതൽ കൊള്ളനതേ പല പേരിക്ക് ചെയ്താദ്യം തടി ബാക്കിയാക്കി ആക്കി മിക്കിറിഫയതേ കൊടുരക്ഷകെട്ടിയതേ പുറയിൽ കുറെ ദൂരമില്ലേ അടുത്തന്ത നേരമില്ലേ ചെന്നമ്മ പാറിപ്പോയ പിന്നേരി രാജനു കണ്ട് കൊണ്ടുണ്ട് കിണ്ടമാൽ ഒന്ന് കതിലേ അക്കദാൽ മഹി തലിലേ അടുത്തണ്ട നിരമിലേ ചെന്നം പാറിപ്പോയി പിന്നേരി രാജനും കണ്ട് കൊണ്ടനുണ്ട് കിണ്ടമാൽ ഒന്ന് കതിലേ അക്കദാൽ മഹി തലിലേ. പ്രിയപ്പെട്ടവരെ, രാജാവ് നോക്കുമ്പോ കാണാൻ കഴിഞ്ഞത് എന്താ? കാണാൻ കഴിഞ്ഞത് ഒരു ചെറുപ്പക്കാരനായ മനുഷ്യൻ, നല്ലൊരു യുവാവ്, നല്ല ചന്തമുള്ള യുവാവ്. ആ യുവാവിന്റെ കരച്ചിലാണ്. ആ യുവാവിനെ ബന്ധി ചെയ്തിരിക്കുകയാണ്. ആ യുവാവിന്റെ കൈകാല് ബന്ധിച്ചിട്ടുണ്ട്. ആ യുവാവിന്റെ കൈകാല് ശരീരം കൂട്ടിക്കൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, കയറുകൊണ്ട് വരിഞ്ഞു കെട്ടിയിട്ടുണ്ട്. അല്ലാ, ആ യുവാവിന്റെ ശരീരത്തിൽ അനങ്ങുന്നത് അദ്ദേഹത്തിന്റെ കൺപോളകളാ, അദ്ദേഹത്തിന്റെ നാവുകളാ. ഈ നാവും കൺപോളകളല്ലാതെ വേറെ ശരീരം അനക്കാൻ കഴിയുന്നില്ല. രണ്ട് കൈയും കാലും ശരീരത്തോട് ചേർത്തുകൊണ്ട് വരിഞ്ഞു കെട്ടിയ ചന്തമുള്ള യുവാവിനെ കണ്ട രാജാവ് പെട്ടെന്ന് വാളും കൊട്ട് ഊരിക്കൊണ്ട് അദ്ദേഹത്തിനടുത്തേക്ക് ചെന്നിട്ട് ആ കെട്ടുകൾ ഓരോന്നായി പൊട്ടിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, കെട്ടിൽ നിന്ന് മോചിതനായ യുവാവ് മെല്ലെ എഴുന്നേറ്റിരിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. ചെന്നാളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്യുകയാണ്. ആ സമയത്ത് രാജാവ് ചോദിച്ചുണ്ടോ?
രാജാവിന്റെ ഭരണപ്രദേശമാണല്ലോ, ബൽഖയിൽപ്പെട്ട കാടാണല്ലോ. രാജാവ് ചോദിച്ചു, പറയടാ, ആരാ നിന്നെ ഈ കടും കൈ ചെയ്തത്? യവനാ നിന്നെ ഇവിടെ ബന്ധിച്ചത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അല്ല, എന്നെ ബന്ധിച്ചത് കച്ചവടക്കാരാ, ഞങ്ങള് കച്ചവടക്കാരാണ്, ഞാൻ കച്ചവടത്തിന്റെ നേതാവാണ്. ഞാനും ഒരുപാട് കുതിരകൾ, ഒട്ടകങ്ങള്, ഒരുപാട് കച്ചവട സാമഗ്രികളുമായി ഈ മലയുടെ താഴ്വാരത്തൂടെ വന്നുകൊണ്ടിരിക്കുമ്പോ കൊള്ളക്കാരി ചാടി വീണു. കൊള്ളക്കാരി ചാടി വീണുകൊണ്ട് എന്റെ സമ്പത്തെല്ലാം അവര് കവർച്ച ചെയ്തു. ഒരുപാട് ആളുകൾ ഓടി രക്ഷപ്പെട്ടു. പല ആളുകൾക്കും പരിക്കുകൾ പറ്റി, ചില ആളുകൾ മയ്യത്തായി. പക്ഷേ അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, എന്നെ അവര് ഒന്നും ചെയ്തില്ല. എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിടുകയാണ് ചെയ്തത്. അല്ലോ, മുതലുകളെല്ലാം കൊള്ള ചെയ്തു, ഒരുപാട് ആളുകൾ ആക്രമിച്ചു, പല ആളുകളും മരണപ്പെട്ടെങ്കിലോ എന്നെ അവര് കൊന്നില്ലല്ലോ, എന്റെ കൈകാലുകൾ മുറിച്ചില്ലല്ലോ, എന്നെ പിടിച്ചു കെട്ടിക്കൊണ്ട് ഇവിടെ കൊണ്ടുവന്നിട്ടതാ. അല്ലോ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കുക. ആ സമയത്ത് അത്ഭുതത്തോടുകൂടെ രാജാവ് ചോദിക്കുന്നു, സഹോദരാ, എത്ര ദിവസമായി അത് സംഭവിച്ചിട്ട്? ഇന്നേക്ക് 7 ദിവസമായി. രാജാവ് ചോദിക്കുന്നു, എടാ, ഈ 7 ദിവസത്തിന്റെ ക്ഷീണം ഞാൻ കാണുന്നില്ലല്ലോ, നിനക്കൊരു തളർച്ച കാണുന്നില്ലല്ലോ, 7 ദിവസം നിനക്ക് ഭക്ഷണം തന്നത് ആരാ? പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കണേ, 7 ദിവസമായല്ലോ. വരുത്തേരിക്കുന്ന ലംബത്തേക്ക് അവർ ചക്കരത്തി പിടിച്ചത് മുതൽ കൊള്ളയിട്ടിനത് പല ഭേദിയം ചെയ്താതിയ തടി ബാക്കിയാക്കി കാക്കും ഹാക്കിമിൻ കിർഫയദി ഒടൂരക്ഷ കിട്ടിയിടേ. എഴുതിനും ഖുശിയെ അത്രത്തോളവും വശിയെ പെടസാരമതൈറോരെ പത്തിരി ചുണ്ട് കൊണ്ട് തുണ്ട് തൊണ്ടയിൽ തരും ഖുശിയെ അതിനാൽ എന്നും മുഷിയെ. രാജാവ് ചോദിച്ചു, ഈ 7 ദിവസമായി കൊണ്ട് നിനക്കൊരു ക്ഷീണം കാണാല്ല, നിനക്ക് എവിടുന്നാ ഭക്ഷണം? പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, സഹോദരികളെ. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുന്നു, രാജാവിനോട് പറയുന്നു, പ്രിയ സഹോദരാ, 7 ദിവസമായി എന്നും ഒരേ സമയത്ത് ഒരു വലിയ പത്തിരിയുമായി ഒരു കാക്ക എന്റെ അടുത്ത് വരാറുണ്ട്. അല്ലാഹ്, ശ്രദ്ധിക്കണേ, ആരോടാണ് ഈ പറയുന്നത്? പത്തിരി കൊത്തിക്കൊണ്ട് പോയ കാക്കയെ പിന്തുന്ന രാജാവിനോട്. എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരൻ പറയുകയാണ്, എന്താ പറയുന്നത്? ഒരു പെരും തകരാരുടെ കെട്ടിയിൽ പെട്ടിങ്കെ 7 ദിനം കശിയെ അത്രത്തോളവും പശിയെ പെടാരമ്പത്തിരുവോരെ പത്തിരി ചുണ്ട് കൊണ്ട് തുണ്ട് തൊണ്ടയിൽ തരും ഖുശിയെ അതിനാലേരും മുഷിയെ. ഒരു കറുത്ത കാക്ക ദിവസവും ഒരേ സമയത്ത് നല്ല കനമുള്ളൊരു പത്തിരി കൊത്തിക്കൊണ്ട് എന്റെ അടുത്ത് വരാറുണ്ട്. അതെന്റെ നെഞ്ചിൽ ഇരുന്നു കൊണ്ട്, എന്റെ നെഞ്ചിൽ ആ പത്തിരി വെച്ചുകൊണ്ട് എന്റെ കൈകൾ ബന്ധിച്ചിരിക്കില്ലേ, അതിന്റെ ചുണ്ടുകൾ കൊണ്ട് ആ ചുണ്ട് കൊണ്ട് തൊണ്ടയിൽ തരും ഖുശിയെ അത് തുണ്ട് തുണ്ടമാക്കി എന്റെ വായക്കകത്ത് വെച്ച് തരാറുണ്ട്. ഞാനത് കഴിക്കാറുണ്ട്, എനിക്ക് വിശപ്പില്ല. അല്ലാഹ്, ഇതുംകൊട്ട് കേട്ടതോടുകൂടെ, പ്രിയപ്പെട്ടവരെ, ഇതുംകൊട്ട് കേട്ടതോടുകൂടെ രാജാവിന്റെ ഹൃദയം ഒന്നും ഞെട്ടി, നെഞ്ചിൽ അമ്പ് തറച്ചതുപോലെയായി. കാരണം ആ പത്തിരി തന്റെ പത്തിരിയാ, തന്റെ ഓഹരിയാ. ഇവിടേക്കാണ് ആ കാക്ക കൊണ്ടുവരുന്നത്. രാജാവ് ചിന്തിച്ചുറപ്പേ, 7 ദിവസത്തിന്റെ അപ്പുറത്തെ രാവിൽ ഞാൻ എന്റെ പെട്ടിൽ കടന്നുകൊണ്ട് രാജാതിരാജനായ തമ്പുരാന്റെ പ്രീതിക്ക് വേണ്ടി, അവന്റെ ഇഷ്ടത്തിന് വേണ്ടി കൊട്ടാരം വിട്ടിറങ്ങാൻ തീരുമാനിച്ചപ്പോ എന്റെ മനസ്സിലതാ വന്നുപോയി, അല്ലാ, എനിക്ക് ഭക്ഷണം തരുക ആരാ? റാസിക്കായ റബ്ബേ, എനിക്ക് ഞാൻ തൗബ ചെയ്യുന്നു റബ്ബേ, എനിക്ക് മാപ്പ് നൽകണം റബ്ബേ. പ്രിയപ്പെട്ടവരെ, ശരമേറ്റതുപോലെയായി രാജാവിന്. രാജാവ് തൗബ ചെയ്തുകൊണ്ട് മടങ്ങി നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നിട്ട് രാജാവ് ചെയ്ത പണി എന്താണെന്നറിയോ? സുബ്ഹാനല്ലാഹ്, പറയുന്നു, റാബിബി പേരെങ്കിലോട്ടെ പതിലർ ഇബ്രാഹിം ചെന്നോരെ തോട്ടെ പ്രധാനപ്പെട്ടോര് നന്നാക്കാനല്ല വേണ്ടുക ഉണ്ടായ കാലത്തിൽ ചൊല്ലാം. ഫദ്ലർ ഇബ്രാഹിം എന്നോരെ തോട്ടെ
പ്രധാനപ്പെട്ടോരെ നന്നാക്കാനല്ല വേണ്ടുക ഉണ്ടായ കാലത്തിൽ തുറവായിട്ടോരോരു ദൃഷ്ടാന്തം കണ്ടിൽ തോണിച്ച സംഗതി ഹൃദയം തന്നിൽ എന്നുള്ള വിചാരം കാട്ടുന്നു എല്ലാം ഓടി സുഹൃതായി നാട്ടുന്നു സബബ് ഒന്ന് കേളേ അരശാണവർകളെ അമ്ലായ നാളെ തായം തകപ്പനും ഹജ്ജിനെ ചൊന്നേ താമസക്കാല താവരെ പിറന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, എന്നാൽ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്താണ്? ചരിത്രകാരൻ പറയാണ്, മഹാനായ ഇബ്രാഹിം കൊട്ടാരം വിട്ടിറങ്ങുവാൻ അതിനുള്ള ഓരോരോ പരീക്ഷണങ്ങള് പടച്ചതമ്പുരാൻ അദ്ദേഹത്തിന് തോന്നിക്കാൻ ഒരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അതും ദുആയാ, തന്റെ വന്യ പിതാവ് ആദ്ഹാമിന്റെ പ്രാർത്ഥനയാ, ഉമ്മയായ സഫിയ്യത്തിന്റെ പ്രാർത്ഥനയാ. കാരണം മഹാനവരുകളെ ഉമ്മയായ സഫിയ റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചപ്പോ പ്രിയപ്പെട്ടവരെ അവർ മക്കത്തേക്ക് പോയി. പ്രസവത്തിന്റെ സമയത്ത് അവർ മക്കയിലായിരുന്നു. ആ പ്രസവത്തിന്റെ സമയം അടുത്തപ്പോ, പ്രസവത്തിന്റെ നേരമായപ്പോ, പ്രസവിക്കുന്ന മാസത്തിൽ മഹാനായ ആദ്ഹാം എന്ന പിതാവും ഉമ്മയായ സഫിയ്യയും പരിശുദ്ധമായ കഅബയില്ലേ, ആ കഅബയുടെ കറുത്ത ഹില്ലയില്ലേ, അതിന്റെ മൂടുപടമില്ലേ, അതിന്റെ കിസ്വയില്ലേ, ആ കിസ്വയിൽ പിടിച്ചുകൊണ്ട് മഹാനായ പിതാവ് ദുആ ചെയ്തു. എന്താ ദുആ ചെയ്തത്? അല്ലാഹ് അല്ലാഹ് തിരുബൈത്തിലെത്തിച്ചു മോനെ നൽ സ്വാലിഹീങ്ങള കണ്ടു ആരി ന്യായമായി തേടിയ തേട്ടം കബൂലായി നാണിയ പെട്ടോർക്ക് എത്തി അപ്പോലായി മുണ്ടുണ്ട് കീല അറനി അജലി തമീമെന്നും കാല കുബലുറാവിന്റെ പിന്നെ ഓരോങ്ങൾ ഖൈറിൽ തിരിഞ്ഞ് നാം ശൈഖ് തങ്ങൾ വാജിവാളും ഖസാന അടവേ ഓടിത്തെ പുറപ്പെട്ട് ഹീന സ്വർണ്ണത്തൂകിലാടമാക്കിയെടുത്തേ ചുറ്റിക്കാനും പടം ഒന്നങ്കൂടോത്തേ ഇബ്രാഹിമിന്നൂരെ തോട്ടെ പ്രധാനപ്പെട്ടോരെ നന്നാക്കാനല്ല വേണ്ടുക ഉണ്ടായ കാലത്തിൽ പറയുന്നോറോട്ടെ ഇബ്രാഹിം എന്തോരെ തോട്ടെ പ്രധാനപ്പെട്ടോരെ നന്നാക്കാനല്ല വേണ്ടുക ഉണ്ടായ കാലത്തിൽ കണ്ടോ? ഗർഭിണിയായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഭർത്താവും ഭാര്യയും കഅബ ശരീഫിന്റെ അടുത്ത് ചെന്ന് ദുആ ചെയ്തു, റബ്ബേ എന്റെ ഭാര്യയുടെ ഉദരത്തുള്ള കുഞ്ഞ് അല്ലാഹ് അതിനെ നീ സ്വാലിഹാക്കണം റബ്ബേ, അതിനെ നല്ലൊരു ആബിദാക്കണം റബ്ബേ. ഉമ്മാന്റെ ദുആ, പാപ്പാന്റെ ദുആ, അന്ന് ആ ദുആ ചെയ്തു. പക്ഷേ പ്രസവിച്ചു, കുട്ടി വലുതായി, രാജാവായി, ദുനിയാവിനോട് കടപ്പെട്ടു. അങ്ങനെ കുട്ടി ഇങ്ങനെ രാജാവായി ജീവിക്കാം, ശകലോര് പേരായി, എല്ലാം മറന്ന് മതിച്ച് ജീവിക്കുന്ന സമയത്ത് പടച്ച തമ്പുരാൻ ആ പിതാവിന്റെ ദുആക്ക് ഉത്തരം നൽകുക, അമ്മാടെ ദുആക്ക് ഉത്തരം നൽകുക. ഇവിടെ നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഞാൻ സാധാരണ പറയാറുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്താൽ നേരത്തെ ബഹുമാനപ്പെട്ട ഫഖറുദ്ദീൻ തങ്ങൾ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഉത്തരം കിട്ടിയെന്ന് വരില്ല. പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട്, പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന സന്ദർഭങ്ങളുണ്ട് അല്ലേ? വൈകൂട ഉത്തരം ചെയ്യും ഉടനടി ഉത്തരം കിട്ടുന്ന രംഗങ്ങളുണ്ട്. ചിലപ്പോ അല്ലാഹു ഇതുപോലെ സാവകാശ അന്ന് ദുആ ചെയ്തതിന്റെ പ്രതിഫലം ഇന്നാണ് ആ കുട്ടിക്ക് പ്രിയപ്പെട്ടവരെ രാജാവായി വലിയ ആളായിട്ട് പടച്ച തമ്പുരാൻ കൊടുക്കുന്നത്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കുട്ടിയില്ല, പ്രവാചകരല്ലേ, ദുആ ചെയ്തു, പടച്ചോനെ ഒരു കുട്ടി, പടച്ചോനെ ഒരു കുട്ടി, കൂട്ടത്തിലല്ല. അവസാനം മഹാനായ ഇബ്രാഹിം നബിക്ക് പ്രായമാകുന്ന കാലത്ത് കുട്ടിനന്ന് കൊടുത്തു. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോ പെട്ടെന്ന് ഉത്തരം തരും, ചിലപ്പോ സാവകാശം, ഇനിയോ ചിലപ്പോ ഉത്തരം തന്നെന്ന് വരില്ല. അതിന് നാളെ സുഖലോക സ്വർഗ്ഗത്തിൽ ഭയങ്കര അനുഗ്രഹങ്ങൾ പടച്ച തമ്പുരാൻ നമുക്ക് നൽകും. അല്ലാഹു അതിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് വിചാരിച്ച് ആരും നിരാശപ്പെടണ്ടെന്ന് മഹാനായ ഫഖറുദ്ദീൻ തങ്ങൾ പറഞ്ഞു. ഞങ്ങൾ ഓർമ്മപ്പെടുത്തുക, ചിലപ്പോ പെട്ടെന്ന് ഉത്തരം കിട്ടും. ഞാൻ സാധാരണ പറയാറുണ്ട്,
ചിലപ്പോ നമ്മളതാ കെട്ടിടം നോക്കണം, ആ കെട്ടിടത്തിന്റെ മുകളിൽ ഒരാൾ പണിയെടുത്തുകൊണ്ടിരിക്കാം, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് ആ കെട്ടിടത്തിന്റെ മുകളിൽ താഴോട്ട് വരിക. ആ താഴോട്ട് വരുന്ന സമയത്ത് അദ്ദേഹം വിളിക്കണ്ടല്ലോ പടച്ചോര്, ഒരൊന്നൊന്നര വിളിയാണ്. നമ്മള് പറയില്ലേ ഒരൊന്നൊന്നര വിളി. കാരണം എന്താണ്? മരിക്കാൻ പോവുക, ചാവാൻ പോവുക, അപകടം സംഭവിക്കാൻ പോവുക. അതിന് രക്ഷ കിട്ടാൻ വേണ്ടി മനസ്സറിഞ്ഞിട്ടുണ്ടോ ഒരൊറ്റ വിളിയാ. താഴത്തേക്ക് അദ്ദേഹം എത്തും. ചിലപ്പോ മരിക്കൂല, ചിലപ്പോ കൈയൊന്ന് ഒടിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൂക്കൊന്ന് പൊട്ടിട്ട് പറയുണ്ടാവും, അല്ലെങ്കിൽ കാലൊന്ന് പൊടിഞ്ഞിട്ടുണ്ടാവും. ഇതാ സംഭവിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. അതേ വിളി നമുക്ക് ഇവിടെ നിന്ന് വിളിക്കാൻ പറ്റും. എന്നാ ഉത്തരം കിട്ടും. പക്ഷെ നമ്മൾ ഇവിടെ ദുആ ചെയ്യുന്ന സമയത്ത് അല്ലാ എന്ന് വിളിക്കുമ്പോ നമ്മൾ ചിലപ്പോ അബുദാബിയിലോ സൗദിയിലോ നമ്മൾ യുഎഇയിലോ അമേരിക്കയിലോ അല്ലെങ്കിൽ റഷ്യയിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ വണ്ടി എവിടെ പാർക്ക് ചെയ്തിരിക്കണം അവിടെയാ. നമ്മുടെ മനസ്സാണ് അല്ലാ എന്ന് മനസ്സറിഞ്ഞുള്ള വിളി വിളിച്ചോ ഉത്തരം കിട്ടും. അതാണ് അവിടെ സംഭവിച്ചത്. ഒരു ഓട്ടോറിക്ഷയും ഒരു അശോക ലോറിയും കൂട്ടിടിച്ച് പെട്ടെന്ന് നമുക്ക് വിവരം കിട്ടുകയാണ്. എന്റെ വിവരം കിട്ടി താനൂരിൽ വെച്ച് ഒരു ഓട്ടോറിക്ഷ അശോക ലൈലന്റ് ലോറി ഇടിച്ചു. നമ്മൾ ഇവിടുന്ന് ഓടിച്ചെല്ലും, ഓട്ടോറിക്ഷ ചമ്മന്തി ആയിട്ടുണ്ടാവും, രക്തം തളം കെട്ടി നിൽക്കുന്നുണ്ടാവും. അവരെ നേരെ കൊണ്ടുപോയിട്ടുണ്ടാവും ചമ്മാട് ഹോസ്പിറ്റലിലേക്ക്. നമ്മൾ ഓടിച്ചെല്ലുമ്പോ എന്താണ്? കയ്യിങ്ങനെ ബാൻഡേജ് ഇട്ടിട്ട് അത് കഴുത്തിൽ സിനിമാലിട്ട പോലെ ഇട്ടിട്ട് അല്ലാ മൂപ്പരിങ്ങനെ കിടക്കണ്ട. ചിലപ്പോ മൂക്കിന്റെ പടേര് ഒരു പ്ലസ് പോലെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും. ഇതാ സംഭവിച്ചിട്ടുണ്ടാകുക. ചിലപ്പോ മുറിവുണ്ടാകും, അതാണ് അവർ രക്തം കിട്ടിണ്ടാവുക. നമ്മൾ ചെല്ലുന്ന എന്ത് വിചാരിച്ചിട്ടാണ്? ഒരു വിവരം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മള് പേടിക്കും, റബ്ബേ ഓട്ടോറിക്ഷ കണ്ടാൽ അല്ലാ രക്തം കണ്ടാൽ ഉറപ്പാ 99.3% മയ്യത്ത് തന്നെ. ഇനിയിപ്പോ ആംബുലൻസ് വിളിക്കണം റബ്ബേ, കബറ് കിടക്കണം റബ്ബേ, മുക്കറിനെ വിളിക്കണം റബ്ബേ, ഇനിയിപ്പോ എന്തൊക്കെയാ നടത്തേണ്ടത്, എന്നാ ദിക്ർ നടത്തേണ്ടത്? ഈ ചിന്തയിൽ ചെന്നാ കാണാം മൂപ്പര് കയ്യും കെട്ടിയിട്ട് ഇങ്ങനെ ഇരിക്കണേ. പറ്റുള്ളൂ. നമ്മളെ ജയിക്കും. അല്ല കാത്ത കാവലിന്റെ ഇതല്ലേ പറ്റുള്ളൂ. പടച്ച റബ്ബേ, കാരണം ഓട്ടോറിക്ഷ കണ്ടാൽ ചെങ്ങായി ആ വണ്ടി കണ്ടിട്ട് ഞങ്ങൾ എവിടത്തൊക്കെ വിളിച്ചു പറഞ്ഞറിയാം. ഈ മയ്യത്തായിക്കൊണ്ടും വിചാരിച്ചിട്ട് അല്ലാഹു എന്നെ കാത്തില്ലേ വിട്ടു തന്നെ. എന്നാൽ അത് ചെറിയൊരു പരീക്ഷ, ഒരു ഡോസ് അദ്ദേഹത്തിനുള്ള കൊടുത്തു അല്ലേ? ആ ഡോസ് അദ്ദേഹത്തിന് അള്ള തന്നാൽ കൊടുത്താൽ മൂപ്പര് വിചാരിക്കുന്ന വളച്ചോനെ എന്നെ ഇടങ്ങറാക്കിയോന്നാ. സത്യത്തിൽ മൂപ്പരെ ചെറിയൊരു പരീക്ഷണത്തിൽ ഇടങ്ങറാക്കിയിട്ടുണ്ടെങ്കിൽ 100 ആളുകൾ അല്ല നേരാക്കിയിട്ടുണ്ട്. ഈ ഒരൊറ്റ കൈ മുറിഞ്ഞത് കൊണ്ട് 100 ആളുകൾക്ക് വിഹിതം പോയിട്ടുണ്ട്. അല്ല റഹ്മത്ത് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ കൊടുത്തു? ഒരു കാലോ കയ്യോ മുറിഞ്ഞു ഓട്ടോറിക്ഷയിൽ ആക്സിഡന്റ് ആയ നമ്മുടെ അവിടെ കിടക്കൂല. ആ ഓട്ടോറിക്ഷ ഉരുളില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യാ? ഒരു ടാക്സി കാർ വിളിക്കുമായി, കാറിന് വാടക കിട്ടിയ ഡ്രൈവർക്ക് കാശ് കിട്ടി, കാറിന്റെ മുതലാളിക്ക് കാശ് കിട്ടി, അതുപോലെ പെട്രോൾ പമ്പിന് കാശ് കിട്ടി. ഈ കൈ മുറിഞ്ഞോണ്ടാണ് അതൊക്കെ കൊടുക്കുന്നത്. നേരെ ഹോസ്പിറ്റലിൽ പോയ ഡോക്ടർക്ക് കാശ്, സിസ്റ്റർമാർക്ക് കാശ്, ലാബില് കാശ്, മെഡിക്കൽ കാശ്, എക്സ്റേ കാശ്, എവിടൊക്കെ എത്തി കാശ്. ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ. അള്ളാഹു അത്തരം ആപത്ത് നമ്മളെ കാത്തിരിച്ചുമാറാവട്ടെ. ഞാൻ വെറുതെ ഒന്ന് പറഞ്ഞു മാത്രം. ഇവിടെ കണ്ടോ, അന്ന് ദുആ ചെയ്ത ദുആക്ക് ഉത്തരം പടച്ച തമ്പുരാൻ കൊടുക്കുന്നത് ഇപ്പോഴാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതെ, ആ കാരണങ്ങളൊക്കെ മഹാനായിരിക്കുന്ന ഇബ്രാഹിം ഏറ്റുവാങ്ങിയപ്പോ, ആ ദുആന്റെ പ്രതിഫലം പ്രിയപ്പെട്ട അല്ലാഹു കൊടുക്കാൻ തീരുമാനിച്ചപ്പോ ഈ ഒരുപാട് പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങി മഹാനവരെ ചിന്തിച്ചു. ഇതിൽ നിന്നിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ടവരെ, അതാ വിളിക്കുന്നു വടുവന്മാർ അടിമകളെ. എല്ലാവരോടും പറഞ്ഞു, നിങ്ങളെ സ്വതന്ത്ര പൊക്കോളൂ, നിങ്ങളുടെ നാട്ടിലേക്ക് പൊക്കോളൂ. അവർക്ക് അറിയുന്നുണ്ട് ഞങ്ങളെ പിരിച്ചുവിടരുത്. ജോലിക്കാരൊക്കെ പിരിച്ചുവിട്ടു, തോഴികളെ പിരിച്ചുവിട്ടു, അടിമകളെ പിരിച്ചുവിട്ടു. പ്രിയപ്പെട്ടവരെ, ഭാര്യ മക്കള് കരയുന്നുണ്ട്. ആ സമയത്ത് മഹാനവറുകൾ സ്വർണ്ണത്തിന്റെ തുകിലാടുകളെല്ലാം അടിച്ചു വലിച്ചെറിഞ്ഞ്, ചെങ്കോൽ വലിച്ചെറിഞ്ഞ്, പടത തൊപ്പി വലിച്ചെറിഞ്ഞ്, സുബ്ഹാനല്ലാഹ്, ഒരു കരിമ്പുടത്തിന്റെ വസ്ത്രം ധരിക്കുകയാണ്. അല്ലാഹ്, ഒരു കുതിരയെ റെഡിയാക്കുകയാണ്, ഒരു മുസാഫ് എടുക്കുകയാണ്, ഒരു തസ്ബീഹ് എടുക്കുകയാണ്. ഇത് 2-3 സംഭവങ്ങൾ എടുത്തു. 5 കാശ് പോലും എടുക്കാതെ മഹാനായിരിക്കുന്ന ഇബ്രാഹിം എന്തുവരെ നാട് വിടുമ്പോ മക്കളെ കെട്ടിപ്പിടിച്ച് ചുറ്റും നിന്ന് കരയുന്നുണ്ട്. ഉപ്പാ, പോകരുത്. ഇബാദത്ത് എടുക്കാനാണോ? ഒരു റൂമിൽ അങ്ങെടുത്തോളൂ ഉപ്പാ, പോകരുത്. ഇല്ല മക്കളെ, ഇനി ഞാൻ നിൽക്കുന്നില്ല മക്കളെ, എന്റെ ക്ഷമയറ്റുപോയി മക്കളെ, എനിക്ക് പോകണം മക്കളെ. ആ കൈകൾ അടർത്തിക്കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവൃത 2 കണ്ണുനീര് ചാലിട്ടൊഴുകുകയാണ്. തന്റെ കുതിരപ്പുറത്തേക്ക് ചാടിക്കേറുകയാണ്. പട്ടാളക്കാരോട് പറഞ്ഞ് പിന്തുടരരുത്,
ആരും എന്റെ ബേക്കിൽ വരരുത്. എന്തിനാണ് കുതിരയെ എടുത്തത്? നാട്ടിൽ നിന്ന് വേഗം പോകുവാൻ, തടി സലാമത്താക്കുവാൻ. ഒരു മുസാഫും എടുത്തു, ഒരു തസ്ബീഹുമാലയും എടുത്ത് മഹാനായിരിക്കുന്ന ഇബ്രാഹിം എന്നവര് ആ കുതിരപ്പുറത്ത് കയറി ബേക്കിലേക്ക് തിരിഞ്ഞു നോക്കാതെ ഓടി കൊട്ടാരം വിട്ടിറങ്ങി. പ്രിയപ്പെട്ടവരെ, എന്തിനാ? അല്ലാഹുവിനെ പ്രീതിക്കാ, അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ആ കുതിരപ്പുറത്തിരുന്നിട്ട് ഒരു പാട്ട് പാടുകയാണ്. ഹജറത്തുൽ ഹൽക തുറം ഫീരിലാക വഅയ്തംതുൽ യാലലികൈ അറാക വലകൽ ഖതനി ഫിൽ ഹുബി അരിബാ ലമാ ഹന്നൽ ഫുആദു ഇലാ സിവാക ഇലാഹി അബ്ദുകല്ലാസി ഖദ് അതാക മുകറം ബി ദുനൂബി ഫഖദ് ദാക വഇൻ തഗ്ഫിർ ഫഅൻത ലിദാക അഹ്റും വഇൻ തതുർദ് ഫമൻ യർഹം സിവാക. ആ കുതിരപ്പുറത്തുനിന്ന് പാടുന്നു, അല്ലാഹ് റഹ്മാനും റഹീമുമായ റബ്ബേ, എന്റെ സ്വർണ്ണത്തിന്റെ തൊഴിലാട് വിരിച്ചെറിഞ്ഞിട്ട്, എന്റെ രാജകീയ പദവി ഞാൻ വിരിച്ചെറിഞ്ഞിട്ട്, എന്റെ ഭാര്യ മക്കളെ ഞാൻ വിരിച്ചെറിഞ്ഞിട്ട് ഇതാ ഞാൻ യാത്ര തിരിച്ചിരിക്കുന്നു റബ്ബേ. ഞാൻ പോകുന്നത് വരുന്നത് നിന്നിലേക്കാണല്ലാ, നിന്നിലേക്കാണ് ഞാൻ വരുന്നത്. വരുന്ന ഞാൻ ഒരു ദോഷിയാ, ഒരു പാവിയാ. എന്നെ പോടാ എന്ന് പറഞ്ഞാട്ടല്ല റബ്ബേ. അങ്ങനെ ആട്ടിയാൽ എന്നെ സ്വീകരിക്കാൻ, എനിക്ക് ചെന്നെ സ്വീകരിക്കാൻ വേറെ ഏതൊരു റബ്ബാ എനിക്കുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അടുത്തീരു കണ്ണീറോലിപ്പിച്ചു തേനെ ഒതുന്നു മാലിക്കുൽ മുൽക്കായ കോനെ തടിഷ്ടമാൽ ഇമ്പേരെ കടീത്തി സകലവും ഇപ്പോൾ ഇതാ കൈ ഓടിയിട്ട്. ഒന്നും മനസ്സിൽ കരുതില്ല എന്നി ഇടരാതെ നല്ല വഴി ചേരുവാനെ ഇറങ്ങുന്നിതാ കാത്തോന്നി തമ്പുരാനെ. തങ്കള്ളി പോലെ വളരെ കരഞ്ഞ് ചത്താർ അവനിൽ വ്യസനം പറഞ്ഞ് കുങ്കും മഹാരാജധാനിയുമായി ഭൂമി ഹുറാസാനും വിട്ടങ്ക് പോയി. ഇങ്ങനെ കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ച് ദുആ ചെയ്തിട്ട് ഒലിക്കുന്ന കണ്ണീരോടുകൂടെ ഓടി 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 ഒരുപാട് ഓടി ഒരു വലിയ കാടിന്റെ ഭാഗത്ത് ഒന്ന് ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കി ആരും കാണാനില്ല. ഒരു ഇടയൻ ആടിനെ മേയിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇവിടെ വാ. അദ്ദേഹത്തെ മാടി വിളിച്ചു. ആ കുതിര അദ്ദേഹത്തിന് ദാനമായി കൊടുത്തു. ഇനി സഞ്ചരിക്കാൻ കുതിര വേണ്ട. ഒരു മുസാഫുണ്ട്, ഒരു തസ്ബീഹ് മാലയുണ്ട്. അദ്ദേഹം പെട്ടെന്ന് ഒരു കൊടും കാട്ടിലേക്ക് കയറി. സുബ്ഹാനല്ലാഹ്. ആ കൊടും കാട്ടിലേക്ക് കയറി അദ്ദേഹം ആ കാട്ടിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. വിശപ്പുണ്ട്, ദാഹമുണ്ട്, എല്ലാം പടച്ച തമ്പുരാനെ തവക്കൽ ചെയ്തുകൊണ്ട് അദ്ദേഹം സഞ്ചരിക്കുക. ആ വയറ് കത്തി കാളുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം കണ്ടവർ രാജ്യം വിടന്ന് പോകും വയ്യൽ വെത്തി കണ്ടവർ ദേഹവും മുഖം ചിരഞ്ഞ ചെങ്കതിർ പ്രകാശമേ തേജസാൽ ചമയ്ത് സുഗന്ധവും വിശേഷമേ. രാജ്യം വിടന്ന് പോകും വയ്യൽ വെത്തി കണ്ടവർ ദേഹവും മുഖം ചിരഞ്ഞ ചെങ്കതിർ പ്രകാശമേ തേജസാൽ ചമയ്ത് സുഗന്ധവും വിശേഷമേ. ും സിഫാത്തിലൊത്ത ശൈഖൊരുത്തര താജുളർ വലി അടുത്തുടൻ സലാം പുരത്തരാം വേഗമൽ മുസാഫഹത്ത് ചെയ്തതു വിശേഷമേ നിന്റെ ഇബ്നു അദ്ഹബ ഈ പോക്കിനെന്തുദ്ദേശമേ. തൊട്ട് പാനിടുന്ന പേടി ഹാരിബായി ബിദ്ദഹു ഫഖന്നിടാനിലേക്ക് തന്നെ ഹാരിബായി പല ചെയ്ത് പിന്നെയും തആമിനുണ്ട് ആശയ കാമിലർ തരിത്തതായി മുഹമ്മദ് എന്ന് പേശിനാർ. മുഹമ്മദ് ഇബ്നു അദ്ദേഹം കണ്ടവർ രാജ്യം വിടന്ന് പോകും വയ്യൽ വെത്ത് കണ്ടവർ ദേഹവും മുഖം ചിരഞ്ഞ ചെങ്കതിർ പ്രകാശമേ തേജസാൽ ചമയ്ത് നൽ സുഗന്ധവും വിശേഷമേ. ദിവസങ്ങൾ ഒന്ന് രണ്ടൊക്കെ കഴിഞ്ഞിട്ടാ ആ കൊടുങ്കാട്ടിലൂടെ മഹാനായ രാജാവ് അങ്ങനെ സഞ്ചരിക്കാം. ആ നാടിന്റെ പേര് നൈസഫൂർ. അതൊന്നും രാജാവിന് അറിയില്ല. ആ കാട്ടിലൂടെ അങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ് നല്ല വിശപ്പുണ്ടേ, ഭയങ്കര ദാഹമുണ്ട്. രാജാവ് ഇങ്ങനെ നോക്കുമ്പോണ്ട് സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ നടന്നു വരുന്നു. ആ കാട്ടിൽ 14-ാം രാവിലെ പൂർണ്ണ പ്രഭയുള്ള ചന്ദ്രൻ ഉദയം കൊണ്ടതുപോലെ
അങ്ങ് അകലെ നിന്ന് കൂരാക്കൂരിട്ടുള്ള കൊടും കാട്ടിൽ ആ സുന്ദരമായ മനുഷ്യന്റെ വദനം ഇങ്ങനെ തിളങ്ങുക. ഇങ്ങനത്തെ ഒരു മനുഷ്യരോ? മഹാനായ ഇബ്രാഹിം ഇങ്ങനെ അങ്ങോട്ട് നടന്നു. അദ്ദേഹം അടുത്തേക്ക് എത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വഅലൈക്കുമുസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ല ഇബ്രാഹിം പേരാ വിളിക്കുന്നത്. ഇബ്രാഹിം എന്ന് പേര് വിളിക്കാം. പടച്ചോനെ ഇയാൾ ആരാ? എങ്ങനെ അറിഞ്ഞു? എവിടേക്കാ മോനെ പോണത്? ഈ പോക്കിന്റെ ഉദ്ദേശം എന്താ ഇബ്രാഹിം? ആ സുമുഖനായ ചെറുപ്പക്കാര് ചോദിക്കാം. ആ സമയത്ത് മഹാനവറുകൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പേര് ചോദിച്ചില്ല, ആരാ അന്വേഷിച്ചില്ല. അത് മര്യാദക്കേടാകുന്നു മനസ്സിലാക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ബഹുമാനരേ, അല്ലാഹനെ പേടിച്ചു പോവുക, അല്ലാഹനെ പേടിച്ചുകൊണ്ട് അല്ലാഹന്റെ മാർഗത്തിലേക്ക് തന്നെ പോവുക, അതല്ലേ ഉചിതം. അല്ലാഹനെ പേടിച്ച് അല്ലാഹന്റെ മുമ്പിലേക്ക് പോവുകയാണ് ഞാൻ. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോ ഈ വന്ന ആള് ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണത്തിന് വല്ല ആവശ്യമുണ്ടോ? ഒന്നും മിണ്ടിയില്ല, ആന്നും പറഞ്ഞില്ല, ഇല്ലാന്നും പറഞ്ഞില്ല. ആ സമയത്ത് വന്ന ആളില്ലേ, 2 റക്അത്ത് നിസ്കരിച്ച് സലാം വീട്ടിൽ പറഞ്ഞു, ഇബ്രാഹിം നിങ്ങളും ഇതുപോലെ നിസ്കരിക്കുക. പരിശുദ്ധമായിരിക്കുന്ന മഹാരാജാവ് ആ പറഞ്ഞതിനനുസരിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞു നോക്കുമ്പോ വലതുഭാഗത്തേക്ക് സലാം വീട്ടി, ഇടതുഭാഗത്തേക്ക് സലാം വീട്ടിയപ്പോ ഭക്ഷണത്തിന്റെ കൂമ്പാരമാണ്. ഒരുപാട് പ്രിയപ്പെട്ടവര് വെള്ളത്തിന്റെ കൂജകളാണ്. മഹാനായ ഇബ്രാഹിമിനോട് പറഞ്ഞു, കഴിച്ചോ, വേണ്ടത്ര കഴിച്ചോ, ഭക്ഷണമെല്ലാം കഴിച്ചു. റഹ്മാനായ റബ്ബിന്റെ ഭക്ഷണമാ ഇബ്രാഹിം. ഇതാണ് നീ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹ്ക്ക് കഴിവില്ലാത്തതൊന്നുമില്ല. അല്ലാഹ് ഖുദ്റത്തുള്ളവനാ, എന്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല കഴിവുള്ളവനാ. അതുകൊണ്ട് ഇബ്രാഹിം, ഒരു സംശയം നിനക്ക് അതിലുണ്ടാവാൻ പാടില്ല. ഒരു ഉപദേശങ്ങൾ കൊടുക്കുകയാണ്, ഒരുപാട് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ആരാന്നറിയില്ല, ആരാന്ന് ചോദിച്ചില്ല, നല്ലൊരു ഷെയ്ഖാന്ന് മനസ്സിലായി. അങ്ങനെ മേൽ പറയപ്പെട്ട ആ ഷെയ്ഖ് ഒരുപാട് ഉപദേശങ്ങൾ നൽകി, ദുആ കൊണ്ട് വസീയത്ത് ചെയ്ത് സലാം പറഞ്ഞ് പിരിയുമ്പോ രാജാവ് നോക്കി, ഇന്ന് ആരാണാവോ? ചോദിച്ചില്ലല്ലോ, മര്യാദകളാകുമെന്ന് മനസ്സിലാക്കി ചോദിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അദ്ദേഹം പോയി. മഹാരാജാവ് മുന്നോട്ട് തന്നെ പോയി കൊടുങ്കാട്ടിലൂടെ. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരാള് വരികയാണ്. വട്ടമുഖം. പ്രിയപ്പെട്ടവരെ, വിശാലമായ നെറ്റിത്തടം, തങ്കം പോലെ തിളങ്ങുന്ന മുഖമാ. ആ നെറ്റിത്തടത്തിന്റെ സെന്ററിൽ കറുകറുത്ത ഉദിച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട നിസ്കാര മുദ്രയുണ്ട്. നല്ല താടിയുണ്ട്, നല്ല തലപ്പാവുണ്ട്, തസ്ബീഹുമാരെ കയ്യിലുണ്ട്. ആ വ്യക്തി വന്നുകൊണ്ട് സലാം പറഞ്ഞു. സലാം മടക്കി. ആദ്യം കണ്ട ആൾ എന്തായാലും അല്ല. രാജാവ് ചിന്തിക്കാം, സലാം മടക്കിയ ഉടനെ ഈ വന്ന ആള് ചോദിക്കുകയാണ്, ഇബ്രാഹിം കാഴ്ച പ്രത്യേകമൂത്ത് കണ്ടോ വല്ലതു എന്റെ ചോദ്യത്തിനൊലിവൂത്ത് ഒരു ശൈഖ് ഞാൻ നിന്നെ കോലമിൽ എന്നുമേ മത്തിയേ കാഴ്ച പ്രത്യേകമൊത്ത് കണ്ടവല്ലതുമെന്റെ ചോദ്യത്തിനൊലികൂത്ത് ഒരു ശൈഖ് ഞാൻ നിന്നെ കോലമിൽ എന്നുമേ മത്ത്. ചെയ്തി ആകെ പറഞ്ഞ പോതിൽ ആദരാറ ചുൽത്താൻ കരഞ്ഞിടവേ തരിത്തോതി തനി വലി വാറ്റു കണ്ണില്ലായി സത്യം ചെയ്തതാൽ ഓതി നീരം എന്റെ മുൻ കണ്ട പേരും എവരും ഹോജാവിനീരും എന്റെ മുൻ കണ്ട പേരും എന്തിനറിവേച്ച് താരണം കേട്ട് ശാപോരും ഒരേയവർ എന്നുടെ അകയാടെ ഇല്ല സാമ ഞാൻ കിളറും. ആ വ്യക്തി ചോദിക്കാം, ഇബ്രാഹിമേ നിങ്ങൾ വരുമ്പോ വടിയിൽ വെച്ച് ആരെങ്കിലും കണ്ടോ? നേരെ നോക്കട്ടെ, വടിയിൽ വെച്ച് വല്ല അത്ഭുതം നിങ്ങൾ കണ്ടോ? ആരെങ്കിലും കണ്ടോ? ആ സമയത്ത് രാജാവ് പറഞ്ഞു, കണ്ടു. ഞാൻ വടിയിൽ വെച്ച് സുമുഖനായ ഒരു ശൈഖിനെ കണ്ടു, നല്ല മനുഷ്യനെ കണ്ടു. എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് വേണ്ടി ദുആ ചെയ്തു. ദുആ കണ്ടു വസീയത്ത് ചെയ്തു പോയി. ഇത് പറഞ്ഞതോടുകൂടെ ആ വന്ന ശൈഖ് അങ്ങ് കരയാൻ തുടങ്ങി. ആ വന്ന മനുഷ്യനങ്ങ് തേങ്ങി കരയാൻ തുടങ്ങിയപ്പോ ചോദിച്ചു,
അത് കേടാ. എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, ആ വന്നത് ആരാ? ഒന്ന് പറഞ്ഞു തരുമോ? നിങ്ങളാരാ? ഒന്ന് പറഞ്ഞു തരുമോ? ആ സമയത്ത് പ്രിയപ്പെട്ടവര്, ഈ വന്ന വ്യക്തി വരികയാണ്. ഇവരും ഹോജാവനീരും എന്തെൻ മോൻ കണ്ട പേരും എന്നെനിക്കറിവിച്ച് താരണം കേട്ട് ഷാപോരും ഉരയവർ എന്നോട് അഹിയാനയില്ല സാമ ഞാൻ ഹിലറും. ഈ വന്ന ആള് പറഞ്ഞു കൊടുത്തു, നിങ്ങൾ മുന്നേ കണ്ട ആളില്ലേ, അത് എന്റെ സഹോദരനായ ഇല്യാസ് നബി അലൈഹിസ്സലാം. നിങ്ങൾ കണ്ടത് ഇല്യാസ് നബിയെയാണ്. ഞാൻ ആരാന്നറിയോ? അന ഖിദർ നബി അലൈഹിസ്സലാം. ഇല്യാസ് നബിയാണ് മുന്നേ കണ്ടത്. ഞാൻ ഖിദറാന്ന് പറഞ്ഞതോടുകൂടെ പെട്ടെന്ന് കെട്ടിപ്പിടിച്ചു, നെറ്റിത്തടത്തിൽ ഉമ്മ വെച്ചു, പൊട്ടിക്കരഞ്ഞു, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തു. പ്രിയരേ, ഇന്ന് മഹാനായ ഖിദർ നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ട്, ഇല്യാസ് നബി അലൈഹിസ്സലാം ജീവിച്ചിരിപ്പുണ്ട്, വാരലോകത്തെ ഈസാ നബി ജീവിച്ചിരിപ്പുണ്ട്, ഇദ്രീസ് നബിയും ജീവിച്ചിരിപ്പുണ്ട്. അൽഹംദുലില്ലാഹ്, ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന രണ്ട് പ്രവാചകന്മാരെയാണ് മഹാനായ രാജാവ് പരിചയപ്പെട്ടത്. എന്തോ ഒരു ഭാഗ്യവാനാ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, വിവരം തുളത്തിൽ മെത്തേ സന്തോഷമേത്തി ബേഗമിൽ സദറോട് ചേർത്തിരു ഐനിടാമൂത്തി നലവിന് വേണ്ടി തേടുവാൻ വലി വസി എത്തതും നിർത്തിയേ തോട്ട് ശാബാ നീ പൊമ്പിടുന്നത് ഹാബാ നേരമിൽ അവിടം വിടുന്നത് നടന്ന് തകരീബാ വലിയരെ നൈസബൂർ പതിയിൽ ഒരു ഗുഹ കൊള്ളക്കാരീബാ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മേൽ പറയപ്പെട്ട വലിയ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ദുആ ചെയ്ത് പിരിഞ്ഞു. അങ്ങനെ മഹാരഥകൾ നൈസബൂർ എന്ന കൊടും കാട്ടിലാണ്. അവിടെ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയിൽ ആ പൊത്തിന് കീറി അവിടെ ദിക്റുകൾ ചൊല്ലി, തസ്ബീഹ് ചൊല്ലി, തംജീദ് ചൊല്ലി, തഹ്ലീൽ ചൊല്ലി, ഖുർആൻ ഓതി, അൽഹംദുലില്ലാഹ് റബ്ബിനെ ഇബാദത്ത് എടുത്ത് സുജൂദുകൾ അധികരിപ്പിച്ച് നിസ്കരിച്ച് ആ പൊത്തിലങ്ങനെ കൂടി മഹാനായ രാജാവ്. ശ്രദ്ധിക്കണേ, രാജാവിന്റെ പതിവെന്താണ്? രാജാവിന്റെ പതിവെന്താ? പതിവായി 50 നാളാ, പതിവായി 50 നാളാ വയ്യിട്ടൊലിയും മാള പാർപ്പെ വെട്ട് പുറപ്പെടും സുബഹി കബർ തോള നദിൽ ഹത്ത ഹൈ ചുമന്ന് നടന്ന് സോഖിരിൽ വിറ്റിടും കോള. ചക്രവർത്തിയുടെ അവസ്ഥ സുഖലോലുപനായി ജീവിച്ച കൊട്ടാരമിട്ടറിയ സുൽത്താൻ ഇപ്പോഴത്തെ സ്ഥിതി എന്താ? മഹാനവറുകൾ നൈസബൂർ എന്ന കൊടുങ്കാട്ടിന് ഈ പൊത്തിലിരുന്നു കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം വിറക് വെട്ടിയുണ്ടാക്കും. ആ വിറക് വെട്ടിയുണ്ടാക്കി ഒരുമിച്ച് കൂട്ടും. പ്രിയരേ, വ്യാഴാഴ്ച വൈകുന്നേരം പതിവായി 50 നാള് വ്യാഴാഴ്ച വൈകുന്നേരം ആ വിറക് കെട്ടുമായി കൊണ്ട് കൊടുങ്കാട്ടിൽ നിന്ന് നൈസബൂർ എന്ന അങ്ങാടിയിലേക്ക് ഇറങ്ങി വരും. ശ്രദ്ധിച്ചോ, നൈസബൂർ എന്ന കൊടുങ്കാട്ടിൽ നിന്ന് നൈസബൂർ എന്ന അങ്ങാടിയിലേക്ക് ടൗണിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വന്നിട്ട് ടൗണിലെ പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ ജമാഅത്തിന് വരും. അപ്പൊ വെള്ളിയാഴ്ച, പ്രിയപ്പെട്ടവരെ, രാവിലെയാണല്ലോ, വെള്ളിയാഴ്ച സുബഹി ജമാഅത്തായി നിസ്കരിച്ചുകൊണ്ട് മഹാനായ ഇബ്രാഹിം അദ്ദേഹം ആ വിറകതാ സൂഖിന് വിൽക്കും, അങ്ങാടിയിൽ വിൽക്കും. രാജാവ് അങ്ങാടിയിൽ വിറകി വിറ്റിട്ട് കിട്ടുന്ന കാശ് പകുതിയാക്കും. പകുതി അന്ന് തന്നെ വെള്ളിയാഴ്ച ദിവസം മഹാനകളെ സദക്ക കൊടുക്കും, ഫക്കീറന്മാർക്ക് സദക്ക കൊടുക്കും, പാവപ്പെട്ടവരെ ഭക്ഷണം മേടിച്ചു കൊടുക്കും. പകുതി കാശില്ലേ, ആ പകുതി കാശ് കൊണ്ട് മഹാനവരികൾ കുറച്ച് ഭക്ഷണം വാങ്ങും. എപ്പ കഴിക്കാനാ? പകൽ സമയത്ത് നോമ്പാട്. പകൽ സമയത്ത് എല്ലാ ദിവസവും നോമ്പാട്. രാത്രി സമയത്ത് നിന്ന് നിസ്കാരമാണ്. ഉറക്കമില്ല. പ്രിയപ്പെട്ടവരെ, മഹാനവരികൾ നോമ്പറക്കുന്ന സമയത്തേക്ക് കഴിക്കാനുള്ള വിഭവങ്ങൾ വാങ്ങി ആ നൈസബൂർ അങ്ങാടിയിൽ ജുമുഅ നിസ്കരിച്ചുകൊണ്ട് ജുമുഅ പിരിഞ്ഞിട്ട് ഭക്ഷണം വാങ്ങിയിട്ട് കാട്ടിലേക്ക് പോവാറ് പതിവാണ്. മനസ്സിലായോ?
വ്യാഴാഴ്ച വൈകുന്നേരം വിറകെട്ടിട്ട് വിരുന്നത്. ആരാണ് ഈ വിറകി ചുമക്കണത്? രാജാവ്. പ്രജയല്ല. രാജാവ് വിറകി ചുമന്നിട്ട് അങ്ങാടിയിൽ വന്നിട്ട് സുബഹി നിസ്കരിച്ച വിറകി വിറ്റിട്ട് കിട്ടിയ കാശ് 2 ഭാഗമാക്കിയിട്ട് വെള്ളിയാഴ്ച ദിവസം സദഖ കൊടുക്കും. എന്നിട്ട് അവിടെ ജുമാഅത്ത് കൂടി അന്ന് നോമ്പാ. കുറച്ച് ഭക്ഷണം വാങ്ങി, ബാക്കിയുള്ള കാശിൽ ഒരാഴ്ചക്കുള്ള ഭക്ഷണം. എത്ര ഉണ്ടാവുക? കൂടുതലൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഒരു നേരം ഇരുന്ന് കഴിക്കണ ഭക്ഷണം പ്രിയപ്പെട്ടവരെ 7 ദിവസം പുള്ളിക്കുണ്ടാവുള്ളൂ. ആ ഭക്ഷണം വാങ്ങിയിട്ട് പോവാതെ പതിവാ. അങ്ങനെ വർഷങ്ങൾ 9 വർഷമായി. ഈ 9 വർഷമായപ്പോ ശ്രദ്ധിക്കണം, ചില യുവാക്കൾക്ക് ഇയാളെ വീക്ഷിക്കാൻ തുടങ്ങി. ആ വല്യപ്പ എന്നും കാണും രാവിലെ പറകിച്ചു. അയാൾ എവിടെയാണ്? നമ്മക്കറിയാം. ഞാൻ ഇന്നും കാണുന്നുണ്ട്, വർഷങ്ങളോളായി. ഞാനും കാണുന്നുണ്ട്. മൂപ്പര് എവിടെയാണ് വീട്? വല്ല പാവപ്പെട്ടവനാവും. കൊട്ടാരം വെട്ടങ്കര സുൽത്താൻ ഉണ്ട് എന്ന് നാടൊന്നാകെ അറിയും. ആരാന്നറിയില്ല. ഈ പറയുന്ന ചെറുപ്പക്കാർക്കും അറിയാം, ഈ പള്ളിയിലെ ഇമാമിനും അറിയാം, ഒരു കൊട്ടാരം വെട്ടങ്കര സുൽത്താൻ ഉണ്ട്, രാജാവുണ്ട്. ആരാന്നറിയില്ല, ഒരു പിടുത്തൂല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ഫക്കീറിന്റെ രൂപം പൂണ്ടുകൊണ്ട് കാട്ടിൽ നിന്ന് വിറകേറ്റി വരുന്നത് കൊട്ടാരം വെട്ടങ്കര സുൽത്താൻ എന്ന് ഇവർക്ക് ആർക്കും അറിയില്ല. അങ്ങനെ യുവാക്കൾക്ക് ഡൗട്ടായി. ചില യുവാക്കൾ നമുക്കൊരു കാര്യം ചെയ്യാം, അങ്ങനെ വിട്ടാ പറ്റൂല. അങ്ങനെ ഉണ്ടാവില്ല ചില യുവാക്കൾ. നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറഞ്ഞ് മഹാനായ രാജാവിനെ പിന്തുടർന്നു. അറിയാതെ പിന്തുടർന്നു. അങ്ങനെ രാജാവ് കാട്ടിലേക്ക് കയറി. രാജാവ് ഗുഹയിലേക്ക് മടങ്ങുന്നത് കണ്ടു, പരിശോധിച്ചു. ചെറുപ്പക്കാർക്ക് മനസ്സിലായി, നമ്മൾ വിചാരിച്ചതുപോലെയല്ല, ഇയാളൊരു മഹാവലിയ. ആ നാട്ടിലത് പാട്ടായി. സുബ്ഹാനല്ലാഹ്. നാട്ടില് പാട്ടായപ്പോ പിന്നെന്താ സംഭവിക്കാം? ആൾക്കാരൊക്കെ അങ്ങനെ പോവാൻ തുടങ്ങി. അച്ഛനെയൊക്കെ വയറുവേദനയാണ്, തലവേദനയാണ്, പനിയാണ്, കാച്ചാല് കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികളില്ല. പരാതികളുമായി ഇങ്ങനെ വരാൻ തുടങ്ങി. പെണ്ണുങ്ങളും ആണുങ്ങളും വരാൻ തുടങ്ങി. അതങ്ങനെയാണല്ലോ. എവിടെങ്കിലും ഒന്ന് കേട്ടാൽ മതി, ഇത് ശരിക്ക് ഔലാണോ മരലാണോ തിരിച്ചറിയാതെ അങ്ങനെ പോകും ആൾക്കാർ. ഒരു പച്ചക്കൊടി കൂടി കിട്ടിയിട്ടുണ്ടെങ്കിലോ അങ്ങനെ കുറേ അന്ധവിശ്വാസം. ചൂഷണം ചെയ്യുന്ന ഒരുപാട് ആളുകൾ. അതൊക്കെ പ്രിയപ്പെട്ടവരെ, ഞാൻ ആ ഭാഗത്തൊക്കെ കൂടുതൽ ടൈം നമുക്കില്ല. പക്ഷെ നമ്മളൊന്ന് മനസ്സിലാക്കിയ ഒരു വലിയനെ തിരിച്ചറിയണമെങ്കിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ. അവര് ദുനിയാവിനെ തോലാക്ക ചൊല്ലിയവരാ. ദുനിയാവ് അവരുടെ ബേക്കിലുണ്ടോ? പെണ്ണവരെ ബേക്കിലുണ്ടോ? വണ്ടി അവരെ ബേക്കിലുണ്ടോ? വലിയ കെട്ടിടങ്ങൾ അവരെ ബേക്കിലുണ്ടോ? സൂക്ഷിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഔലിയാക്കന്മാര് അവർക്കെന്ത് ദുനിയാവ്, അവർക്കെന്ത് സമ്പത്ത്. ഞാൻ ചുരുക്കി പറയാം, ആളുകൾ അങ്ങോട്ട് വരാൻ തുടങ്ങി. അങ്ങനെ വരാൻ തുടങ്ങിയപ്പോ ശൈഖ് ചിന്തിച്ച, റബ്ബേ, എന്റെ ആരാധനക്ക് കോട്ടുണ്ട്, ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ എന്നാ ശരിയാവൂല എന്ന് ചിന്തിച്ച് മഹാനവറുകള് അവിടുന്ന് മക്കയിലേക്ക് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ മക്കയിലേക്ക് പോയി. ആ മക്കയിലേക്ക് പോകുമ്പോഴൊക്കെ ഭയങ്കര അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. ഇബ്ലീസ് ഭയപ്പിച്ചു. കാരണം 8-10 കൊല്ലത്തോളായി കൊട്ടാരം വിട്ടിട്ട്. അങ്ങനെ മക്കയിലേക്ക് പോണ സമയത്ത് ഇബ്ലീസ് ഒരു ശൈഖിന്റെ രൂപത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, ഓന്റെ ഇബ്രാഹിമേ, മദീനേ, ഇബ്രാഹിമെ, ഒരുപാട് കൊല്ലായി, ഒരുപാട് 10 പിന്നിട്ടില്ലേ, ദിക്റും സ്വലാത്തും ഇബാദത്തൊക്കെ എടുത്തിട്ട് പല്ലൊക്കെ നല്ല ചികിത്സിട്ടുണ്ടാവും. ഇന്ന് കൊട്ടാരത്തിലേക്ക് പോയിക്കോ, കുട്ടികളും ഭാര്യക്കോടെ കാത്തിരിക്കല്ലേ, നല്ല ഭക്ഷണം കഴിച്ചൂടെ, എന്ന് കുളിച്ചതാണ്, എന്ന് അലക്കിയതാണ്, ജട പിടിച്ച മുടി, എന്ത് കത്തിരി കൊണ്ടതാണ് അയില്, എന്ന് സോപ്പേച്ച് കുളിച്ചതാ, ഒന്ന് നേരം പോലെ കുളിച്ച് നടന്നൂട്. ഇബ്ലീസാന്ന് മനസ്സിലായപ്പോ മഹാനായ രാജാവ് മനസ്സിൽ ഒരു ശപഥം ചെയ്തു. നമ്മളെന്താ ചെയ്യാ? നമ്മള് കുറെ ദിക്റും സ്വലാത്തും ഒക്കെ ഒക്കെ ചെയ്തു, ഇനി കുടി പോയിട്ട് കുത്തിരിക്കാം, നമ്മളാ ചെയ്യാ. പക്ഷേ രാജാവ് ഇബ്ലീസാന്ന് അറിഞ്ഞപ്പോൾ ശപഥം ചെയ്തു. ഒരു മലയാണത്. ആ മലഞ്ചെരിവ് വിട്ടുകിടക്കുന്നതിന് മുമ്പ്, ഒരു മൈൽ വിട്ടുകിടക്കുന്നതിനിടയിൽ 1000 റക്അത്ത് ഞാൻ നിസ്കരിക്കുന്ന ശപഥം ചെയ്തു. അല്ലാഹ്, മക്കത്തേക്ക് എത്താനേ എത്ര കൊല്ലം പിടിച്ചു എന്നറിയോ? 12 കൊല്ലം. അങ്ങനെ 1000 ഒരടിയിൽ പോയാൽ ഇവിടെ സുജൂദ് ചെയ്യും. പിന്നെ ആ സുജൂദ് ചെയ്ത സ്ഥലത്ത് നിന്നിട്ട് അല്ലാഹു അക്ബർ, ഇബ്ലീസിനെ തോൽപ്പിക്കാൻ വേണ്ടി. ഒന്ന് ആലോചിച്ച് നോക്കാൻ നിങ്ങൾ പ്രിയപ്പെട്ടവരെ. നമ്മള് സുബ്ഹാനല്ലാഹ് നിസ്കാരം ഹയ്യ അലസ്സലാ, അപ്പോഴാണ് ഈ പണ്ടാരം എടുത്തിട്ട്
അപ്പോഴേ നമുക്ക് തോന്നുള്ളൂ. അപ്പോഴേ നമുക്കിത് തോന്നുള്ളൂ അല്ലേ? നമ്മുടെ പള്ളിയിലത്തെ ഇമാമ് ഒരു വെള്ളിയാഴ്ച ദിവസമെങ്കിലും നമ്മൾ നേരെ നടത്തു പോവൂല. നമ്മുടെ ഇമാമ് പള്ളിയിൽ മിംബറയിൽ കയറി ആ വാട് പോലത്തെ ഒരു സാധനല്ലേ, വാളല്ല, ആ മരം കൊണ്ടുണ്ടാക്കിയത്, അത് പിടിച്ചുകൊണ്ട് നേരെ കയറിയിട്ട് നമ്മുടെ ഖതീബ് പറയും, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോഴാ നമ്മൾ വലൈക്കും അസ്സലാം ഞങ്ങളും കാത്തു. പിന്നെ അങ്ങോട്ട് ഓടല. പിന്നെ പൈപ്പിന്റെ അവിടെ ഒരു ബഹളം, ഹൗദിന്റെ ഭാഗത്തൊരു ബഹളം. സുബ്ഹാനല്ലാഹ്. ആ കപ്പ് അങ്ങിട്ടിട്ട് ഈ കപ്പ് ഇങ്ങിട്ടിട്ട് ചെരുപ്പ് അങ്ങിട്ടിട്ട് മൊബൈൽ ഓഫാക്കാൻ മറന്നിട്ട് ഇമാമ് നേരെ കുത്തുവെക്കാൻ കഴിഞ്ഞ് കീപ്പിട്ടിറങ്ങി കിബിലൊക്കെ തിരിഞ്ഞ് അല്ലാഹു അക്ബർ. ആ സമയത്ത് ഇവരും ചെന്നിട്ട് മൊബൈലൊക്കെ ഓഫാക്കാൻ മറന്നിട്ടുണ്ടാവും. ഇവരും ചെന്നിട്ട് ഇമാമ് റുക്കൂലേക്ക് പോകാനായിട്ടുണ്ടാവും. ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് ലാസ്റ്റായി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോഴാ നേരെ പൊട്ടിപ്പടഞ്ഞ് കാക്ക കുളിക്കുന്നത് പോലെ കുളിച്ച് സ്നാനം ചെയ്ത് നേരെ ചെന്നിട്ട് അല്ലാഹു അക്ബർ. ചിലപ്പോ ആദ്യം ചെന്ന് കയ്യണ്ട് കെട്ടി. ആ സമയത്ത് വജ്ജഹത്തിന്റെ ടൈമാവും. കുറച്ചു നേരം ഇങ്ങനെ മുണ്ടാതിരിക്കുന്ന സമയത്ത് ആ ഓഫാക്കാൻ പറഞ്ഞ മൊബൈൽ വജ്ജഹത്തൂല. ഓഫാക്കാൻ പറഞ്ഞ മൊബൈൽ വജ്ജഹത്തോതും. എന്താ ഓതുക? ലൈലാക്കാര് ജുമാക്കാട് എന്നുള്ളത് നമ്മുടെ ജുമാല നിൽക്കണെന്നുള്ളത്. പിന്നെ ലൈലാടെ നെഞ്ഞത്ത് കൂടെ തപ്പാൻ ഹലാപ്പ ഈ സമയത്ത് പിടിക്കട്ടെ, അവിടെ 4 കുത്ത് ഇവിടെ 4 കുത്ത്. അതോടുകൂടെ നിൽക്കാനും ഇതപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കണം, കണ്ടുകൊണ്ടിരിക്കണം. ഒരുപാട് പറയണ്ട്, അതിനൊന്നും നേരല്ല. അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകട്ടെ. അള്ളാഹു ജുമാന്റെ ദിവസമെങ്കിലും നമ്മളൊന്ന് നേരത്തെ പോയിട്ട് നേരത്തെ തങ്ങളൊക്കെ പറഞ്ഞതുപോലെ പള്ളിയിൽ ഭജനമിരിക്കാനുള്ള നിയ്യത്ത് ചെയ്തിട്ട് ഒരു സുബ്ഹാനല്ലാഹ് 33 വട്ടം ചെല്ലിയ കിട്ടുന്ന കൂലി എത്രയാണ്? ഒരു അൽഹംദുലില്ലാഹ് 33 വട്ടം ചെല്ലിയ കിട്ടുന്ന കൂലി എത്രയാണ്? ഒരു അൽ കഹഫ് സൂറത്ത് ഓതിയാൽ ആ ആഴ്ച മുതൽ അടുത്ത ആഴ്ച വരെ നിനക്ക് സെക്യൂരിറ്റിയാണത്, നിനക്ക് സംരക്ഷണ വലയം സൃഷ്ടിക്കുന്നത്. മഹാന്മാര് പഠിപ്പിക്കുക. നമ്മൾ ചെയ്യാറുണ്ടോ? നമുക്ക് ആക്സിഡന്റ് സംഭവിക്കൂല. നല്ല ഈമാനോടുകൂടെ നല്ല മനക്കരുത്തോടുകൂടെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ പള്ളിയിൽ ചെന്ന് ഒരു അൽ കഹഫ് സൂറത്ത് ഓതിയാൽ മതി. ഒന്ന് ആലോചിച്ചൊക്കെ, സംരക്ഷണ വലയം റബ്ബ് തീർക്കും. നമുക്ക് ചെയ്യാറുണ്ടോ? നമ്മൾ ചെയ്യാറില്ല. ഇവിടെ കണ്ടോ മഹാനവറുകള് ആ ഇബ്ലീസിനെ പരാജയപ്പെടുത്തി 12 കൊല്ലത്തോളം പിടിച്ച് മക്കയിലെത്താൻ. അങ്ങനെ മക്കയിലെത്തി മഹാനുകൾ ആരാധനയിൽ ഇങ്ങനെ മുഴുകി കഴിയാ, ഇബാദത്തിൽ ഇങ്ങനെ മുഴുകി കഴിയാ. പക്ഷേ ഭക്ഷണത്തിന് വക കണ്ടെത്തല്ലോ. മഹാനുകൾ എന്താ ചെയ്തത്? ഒരു മുന്തിരി തോട്ടത്തിൽ പ്രിയപ്പെട്ടവരെ ചെറിയ ശമ്പളത്തിന്, ചെറിയ റിയാലിന്. എന്തിനാണ് ചെറിയ ശമ്പളം? നോമ്പറക്കേണ്ട സമയത്ത് വല്ലതും വാങ്ങാനാ. ഇവിടെ വറകുണ്ടാക്കേണ്ട പണിയില്ല. മക്കയിൽ ഒരു ചെറിയ മുന്തിരി തോട്ടത്തിൽ ചെറിയൊരു ശമ്പളത്തിന്, മാസ ശമ്പളത്തിന് മഹാരകൾ ജോലി ചെയ്തു. ആ ജോലി ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുക. എവിടെയാണ്? മുന്തിരിത്തോട്ടത്തിൽ. ഈ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അത്ഭുതം ഉണ്ടായി. ചരിത്രകാരൻ പറയാം, ഒരു പ്രിയപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ, ഒരു നേതാവ്, ഒരു ധീരനായ മനുഷ്യൻ, അദ്ദേഹം ഓടി വന്നിട്ട് രാജാവിനെ വിളിച്ച് രാജാവ് പറഞ്ഞു, ഇവിടെ വന്നു. മഹാനായ ഇബ്രാഹിം തങ്ങൾ ഓടിച്ചെന്നപ്പോ ചോദിച്ചു, മോനെ ഇവിടെ ആളുകൾ തിങ്ങി താമസിക്കുന്ന സ്ഥലം എവിടെ? ആളുകൾ തിങ്ങിക്കൂടി താമസിക്കുന്ന സ്ഥലം എവിടെ? മഹാനായ രാജാവ് എന്ത് ചെയ്യുന്നറിയോ? ആ കാണുന്ന ഭാഗത്താണ്. ഉദ്യോഗസ്ഥൻ നേരെ അങ്ങോട്ട് പോയി. മുപ്പരെന്തോ അന്വേഷിക്കാൻ വേണ്ടി വരിക. പുള്ളി നേരെ പോയി ചെന്ന് നോക്കുമ്പോ പള്ളിക്കാടാണ്. എന്താണ്? ഖബർസ്ഥാനാണ്. ഇബ്രാഹിം എന്നൊരു പറഞ്ഞ ശരി, ആൾക്കാർ തിങ്ങി താമസിക്കുന്ന ഖബർസ്ഥാൻ തന്നെയാണ്. അടിക്കടിക്കെങ്കിലും വെച്ചിട്ടുണ്ടാവും. മൂപ്പര തത്വം അതാണ്. ഉദ്യോഗസ്ഥർ കൊടുത്ത മറുപടി, ഖബറാളികളെ കണ്ടപ്പോ ഉദ്യോഗസ്ഥർ തിരിച്ചു വന്നു. രാജാവിന് മനസ്സിലായി എന്ത് കിട്ടുന്നു. കാരണം ആചാര്യ ഒപ്പിച്ചിക്കിടത്. രാജാവ് പറഞ്ഞ സത്യമാണ്. രാജാവിടെ വന്ന ഉടനെ പോലീസുകാരെന്താ ചെയ്തറിയോ? കൊടുത്തുണ്ട് അടിക്കുമ്പോ രാജാവ് പറഞ്ഞു, ചിരിച്ചിട്ട് അടിച്ചു പൊട്ടിക്ക് തരാം. ഈ തല അടിച്ചു പൊട്ടിക്ക്. ഇത് അഹങ്കാരത്തിന്റെ തലയാ, ഇത് അഹങ്കരിച്ച തലയാ, ഇത് പൊങ്ങച്ച കാണിച്ച തല. അടിച്ചു പൊട്ടിക്ക്. പിന്നെ ആരെങ്കിലും തല്ലോ?
അല്ലെങ്കിൽ ആലോചിച്ച് രാജാവ് അടിച്ചു ആനക്ക് ഇഷ്ടം പോലെ അടിച്ചാൽ പൊട്ടിച്ചു. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ എന്നെ തല്ലൂല്ല. ഇത് അഹങ്കരിച്ച തലയാണ്. എന്താ രാജാവ് അങ്ങനെ പറയാൻ കാരണം? ഒരു കാലഘട്ടത്തിൽ ബൽക്കയില് രാജാവല്ലേ, ആരവിടെ പട്ടാളക്കാരെ വിളിച്ച ആളല്ലേ, അഹങ്കരിച്ച തലയത് പൊട്ടിച്ചോ. 2-3 അടി അടിച്ചപ്പോ പോലീസുകാരന് മനസ്സിലായി ഇത് വീരാന്തരാണ്. അതുകൊണ്ടാണ് പള്ളിക്കാട് കാണിച്ചത്. പോലീസുകാരൻ നടന്ന് അകലുമ്പോ മഹാനായ ഇബ്രാഹിമത്തെ പ്രിയപ്പെട്ട അറിയുന്ന ഒരാൾ ആള് വിളിച്ചു, നിങ്ങൾ ആരിനെ അടിച്ചത് അറിയോ? ഇല്ല. ഒരു വട്ട് ഭ്രാന്തനല്ലേ? അല്ല, അതാണ് ഖുറാസാൻ പട്ടണത്തിലെ ബൽഖാ ചക്രവർത്തിയായ കൊട്ടാരമിട്ടിറങ്ങിയ സുൽത്താൻ. ഇത് കേട്ടതോടുകൂടെ ഉദ്യോഗസ്ഥൻ ഓടി വന്നുകൊണ്ട് കെട്ടിപ്പിടിച്ചു. താരം കണ്ട് തവണവിടുന്ന് പിരിഞ്ഞപ്പോൾ ഒളികെ ചിലറുകൾ അവരാരാം അറിയുമോ കറിയ ഖുറാസാൻ ഉടയവേരാ. താരം കണ്ടിട്ടവനവിടന്ന് പിരിഞ്ഞപ്പോൾ ഒഴുകി ചിലറുകൾ അവരാരാം അറിയും മൗനത കറിയ ഖുറാസാൻ ഉടയവരാ. ഇബ്രാഹിം അദ്ദേഹം എണ്ടവരാമേ വിധമത് കേട്ടേ മുതിർത്താനേ ബലിയിലെ അണവൈ കഥം പതിമുത്തി മണത്താനേ. ഇയാള് ചെന്നിട്ട് കാലിക്കൽ വീണ് പൊട്ടിക്കരഞ്ഞു. അറിയാതെ പറ്റിപ്പോയതാ, ക്ഷമിക്കണം, എന്നെ അടിച്ച് കിസാസ് എടുക്കണം, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം, എനിക്ക് പൊരുത്തപ്പെടണം. ആ സമയത്ത് രാജാവ് പറഞ്ഞ, സഹോദരാ, നീ എന്നെ അടിക്കുമ്പോ ഓരോ അടികളും എന്റെ ശരീരത്തിൽ വീഴുമ്പോ ഞാൻ റബ്ബിനോട് പറയുന്നുണ്ട്, റബ്ബേ ഇയാൾക്ക് പൊരുത്തപ്പെട്ട് കൊടുക്കണേ, ഇയാൾക്ക് മാപ്പ് നൽകണേ, ഇയാൾക്ക് ഇതിന് കൂലി കൊടുക്കണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടടാ. ഉദ്യോഗസ്ഥൻ ചോദിച്ചു, അതിന് കാരണം എന്താണ്? നീ എന്നെ അടിക്കുന്ന സമയത്ത് റഹ്മാനായ റബ്ബിനിക്ക് ഒരുപാട് പ്രതിഫലമല്ലേ തരുന്നത്? ഞാൻ ക്ഷമിച്ചപ്പോ അല്ല എന്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ല എനിക്ക് ഒരുപാട് പ്രതിഫലങ്ങൾ തരുന്നുണ്ട്. നീ അടിച്ച കാരണത്താലല്ലേ പ്രതിഫലം അല്ല തരുന്നത്. ആ പ്രതിഫലം കിട്ടുന്ന നീ കാരണക്കാരനായ ആ ഒരു സംഭവത്തിന് ഞാൻ നിനക്ക് എതിൽ പ്രാർത്ഥിക്കോ? നിനക്ക് ഹൈറിന് വേണ്ടിയാടാ ഞാൻ പ്രാർത്ഥിച്ചത്. അല്ലാ, അതാണ് സൂഫിയാക്കള്, അതാണ് ആരിഫീങ്ങള്, അതാണ് മഹാന്മാര്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എത്ര അത്ഭുതങ്ങളാ. ഒരു ദിവസം മഹാരകൾക്ക് ഒരുപാട് ഫക്കീറന്മാരുണ്ട്, ഒരുപാട് ഫക്കീറന്മാരുടെ ശിഷ്യഗണങ്ങളുണ്ട്. ഒരാളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കില്ല, എല്ലാവർക്കും തന്റെ കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും. ഒരു യാത്ര തീരുമാനിച്ചപ്പോ പാണ്ഡങ്ങളെല്ലാം കെട്ടിവെച്ചു. ഫക്കീറന്മാര് പറഞ്ഞു, ഈ യാത്രയിൽ ഞങ്ങളുടെ അമീറുകളാണ്. ഈ യാത്രയില് ഞങ്ങളുടെ ഒരു അമീറുണ്ടാവുമല്ലോ, അമീറുകളാണ്. മഹാനകൾ പറഞ്ഞു, അല്ല അത് പറ്റൂല, അല്ല നിങ്ങളാണ്, അല്ലല്ല എനിക്കത് കഴിയില്ല, ഞാൻ പാവം ഫക്കീറാണ്, ഞാൻ ഏറ്റെടുക്കണം. ഞാനാവണോ നിങ്ങളുടെ അമീർ? അതെ. ഞാൻ നിങ്ങളുടെ നേതാവാണോ? അതെ. സമ്മതിച്ചു. എന്നാ ശരി, ഞങ്ങളുടെ നേതാവായി, ഞങ്ങളുടെ അമീറായി നമുക്ക് യാത്ര പോകല്ലേ? നിങ്ങളാ പാണ്ഡങ്ങളൊക്കെ കൊണ്ടുവരൂ. അതെന്തിനാ? ഒക്കെ എന്റെ മുതുകിൽ വെക്കും. ഞാനല്ല നിങ്ങളുടെ അമീർ, ഞാൻ നിങ്ങളുടെ നേതാവല്ലേ, ഞാൻ വഹിച്ചോളാം. അയ്യോ പാടില്ല, ഞാനല്ല നിങ്ങളുടെ അമീർ, ഞാനല്ല നിങ്ങളുടെ അമീർ. ചോദ്യം ചെയ്യപ്പെടുമല്ലോ, നമുക്ക് ഒരുപാട് പാടല്ലേ. ആ ഫക്കീറന്മാരെ ചുമടുകളെല്ലാം മഹാനായ രാജാവ് തലയിലും ചുമരിലും പ്രിയപ്പെട്ടവരെ ചുമന്നു. വേച്ചുകൂടെ നടന്നു. ഫക്കീറന്മാര് വിരലെ കടിച്ചു. എന്തെല്ലാം അത്ഭുതങ്ങള്. ഒരു ദിവസം ഒരു കടൽ യാത്രയാ, ഒരു കപ്പൽ യാത്ര ചെയ്യുമ്പോൾ തിരിച്ചിടുന്നു വലിയ ഫക്കീറന്മാരോട് പൊറുത്ത കാലമിൽ ഫക്കീറോരെ ചിലവിന് ചിറந்த തങ്ങളെ സൂരം താരിൽ ഉഷിർപ്പിരുന്നിടും പകയാൽ ദിവസവും കരമിനാൽ അവർ പണിപ്പെടുന്ന ക്ഷണമേ കൊടുക്കുമേ സഖിയാ. വലിയ ഫക്കീറന്മാരോട് പൊറുത്ത കാലമിൽ റഫീഖോരെ ചിലവിന് ചിറந்த തങ്ങളെ സൂരം തനിൽ ഉഷിർപ്പിടും പകയാൽ ദിവസവും തിരുകരമിനാൽ അവർ പണിപ്പെടുന്ന ക്ഷണമേ കൊടുക്കുമേ സഖിയാ. ഒരു കപ്പൽ യാത്രക്ക് തയ്യാറാവുക.
അതിനു മുമ്പ് ഫക്കീറന്മാർ ഒരു ചോദ്യം ചോദിച്ചു, മഹാനവറുകളെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഞങ്ങൾക്ക് തന്നെ ഒരുപാട് ഉപകാരം ചെയ്യുന്നുണ്ട്, സഹായം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വല്ല കഷ്ടപ്പാട് കൂടുതലുണ്ടായ സമയം ഏതാ? മഹാനവർ പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല. എന്നാ സന്തോഷത്തിന്റെ ദിനേതാ? ആ സന്തോഷത്തിന്റെ ദിവസം ഏതാ എന്ന് ചോദിച്ചപ്പോ അതിന് മറുപടിയായി കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഞാനൊരു കടൽ യാത്ര ചെയ്യുമ്പോ ഒരു കപ്പലിൽ പായക്കപ്പലിൽ പോയിക്കൊണ്ടിരിക്കുമ്പോ ഭയങ്കരമായ പേമാരിയാട്, ശക്തമായ കൊടുങ്കാറ്റാട്. അല്ലോ, കടലിലെ തിരമാലകൾ, കടലമ്മകൾ ഇതാ കപ്പലെടുത്ത് അമ്മാനമാടാൻ തുടങ്ങി. ആ സമയത്ത് തിരിച്ചിട്ടുന്നു വലിയ ഫക്കീറന്മാരോട് ദിവസവും തിരുകരമില്ലെന്ന് അവർ പാടിപ്പിടുന്ന ക്ഷണമേ കൊടുക്കുമേ സഖിയാ. കൊടുങ്കാറ്റടിച്ചു വീശി. പ്രിയപ്പെട്ടവരെ, ആ കപ്പലെടുത്തുകൊണ്ട് തിരമാല അമ്മാനമാടാൻ തുടങ്ങിയോ. ആളുകൾ ബഹളമക്കാൻ തുടങ്ങി. എന്നാൽ മഹാനായ സൂഫി ഇബ്രാഹിം അതും ഒരു തസ്ബീഹ്മാലിങ്ങനെ മറിച്ച് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. മറ്റൊരു മൂലയിൽ ഒരു മദ്ഹഖ് അഥവാ തമാശക്കാരൻ, ഒരു തമാശക്കാരൻ എന്തൊക്കെയോ പറഞ്ഞ് ആളുകളെ ചിരിപ്പിച്ചുകൊണ്ടിരിക്കുക. അവൻ ചെയ്ത പണി എന്താണെന്നറിയോ? മഹാനായ സൂഫി ഒഴിഞ്ഞിരിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ സൂഫി ഒഴിഞ്ഞിരിക്കുന്ന ഇഷ്ടപ്പെട്ടില്ല. എല്ലാരും ചിരിക്കുന്നുണ്ട്, ഇയാള് മാത്രം ചിരിക്കണില്ല. അപ്പൊ ഈ തമാശക്കാരൻ എന്താ ചെയ്തെന്നറിയോ? ഇബ്രാഹിം നദത്തിന് അടുത്ത് വന്നിട്ട് മഹാനകളെ വേദനിപ്പിക്കാൻ തുടങ്ങി. എന്താ ചെയ്തത്? മറ്റുള്ളവർ ചിരിക്കാൻ വേണ്ടി ഇബ്രാഹിം നദത്തിന്റെ താടി പിടിച്ചോണ്ട് വിരിക്കാൻ തുടങ്ങി. രാജാവ് വേദന കൊണ്ട് ഇത് കണ്ടതോടുകൂടെ മറ്റൊരു ആട്ട് ചിരിക്കാൻ തുടങ്ങി. മഹാനായിരിക്കുന്ന രാജാവിന്റെ മീസ പിടിച്ച് വരിക്കാൻ തുടങ്ങി, തലമുടി പിടിച്ച് വരിക്കാൻ തുടങ്ങി, നുള്ളാനൊടിക്കാനും തുടങ്ങി. രാജാവ് കിടന്ന് പിടക്കുമ്പോ രാജാവ് എന്നിവർക്ക് അറിയില്ല, ഈ ഇബ്രാഹിം എന്നിവർ കിടന്ന് പെടിയുമ്പോ ആൾക്കാർ ചിരിക്കുക. പക്ഷേ രാജാതിരാജനായ റബ്ബിന് കോപമുണ്ടായി. ഒഴിഞ്ഞിരുന്ന് തനിക്ക് ഇബാദത്ത് ചെയ്യുന്ന ഫക്കീറായ കൊട്ടാരം കൊട്ടിറങ്ങിയ സുൽത്താൻ ഉപദ്രവിക്കുമ്പോ കടലമ്പയെ കൊണ്ട് പ്രിയപ്പെട്ടവരെ മറുപടി പറയിപ്പിക്കുകയാണ്. കടലെ തിരമാലകൾ ആർത്തിരമ്പിയത് അതുകൊണ്ടാ, കാലാവസ്ഥക്ക് ചേഞ്ചിങ് പെട്ടെന്ന് വന്നത് അതുകൊണ്ടാ. ആ തിരമാല കപ്പലെടുത്ത് അമ്മാനമാടാൻ തുടങ്ങി. എല്ലാവരും നിലവിളിക്കാൻ തുടങ്ങി. ഈ തമാശക്കാരൻ നിലവിളിക്കാൻ തുടങ്ങി. ചിരിച്ചവരൊക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സമയത്ത് മഹാനായിരിക്കുന്ന രാജാവില്ലേ ചിരിക്കുന്നില്ല, കരയുന്നില്ല, യാതൊന്നും സംഭവിക്കാത്ത പോലെ ദിക്റിൽ മുഴുകിക്കൊണ്ടിരിക്കുകയോ, ദിക്റിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അന്നത്തെ ആചാരപ്രകാരം അവരെ വിശ്വാസപ്രകാരം എന്താ ചെയ്യാന്നറിയോ? പെട്ടെന്ന് കപ്പിത്താൻ അഥവാ പൈലറ്റ് പൈലറ്റ് പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിൽ ഒരു പാവിയുണ്ട്, നമ്മുടെ കൂട്ടത്തിൽ ഒരു ദോഷിയുണ്ട്. അതാണ് ഈ കപ്പലിന് ഇങ്ങനെ സംഭവിക്കാൻ കാരണം, കാലാവസ്ഥ ചേഞ്ച് വരാൻ കാരണം. ആ ദോഷിയെ കണ്ടുപിടിച്ച് കടലിലേക്ക് എറിയൂ. അന്നത്തെ ഒരു ആചാരാണ് അത്, അന്നത്തെ പതിവ്. ആ ദോഷിയായ മനുഷ്യനെ പിടിച്ച് കടലമ്പത്ത് കൊടുത്താൽ കടൽ ശാന്തമാകും. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് എന്താ സംഭവിച്ചത്? സുബ്ഹാനല്ലാഹ്, ചരിത്രം പറയുകയാണ്. അടിത്തിരി ഹുടക്കൊട്ടും അയലാല തീര എടുത്ത് കോപ്പമൽ മറക്കലമ്പിലെ ജനം അടങ്കലും അടിന്തെടുങ്ങി പേടിയിൽ കുടുങ്ങിയേ തരമൽ മുഅല്ലിം അനുള്ളിട്ടയ്യമ്പതിന്തൊരു പേര് എഴുതുവതിൽ അടങ്ങിട്ടും തീരമാ ില്ലടേ തടത്തിലില്ലവയനതകും എളിയവർ അവസ്ഥ കണ്ടതയാറ് ചെയ്തവർ കരസ്ഥമാക്കിടവേ ക്ഷണം ബഹറകമിടനൊരുങ്ങിയ പൊളുതമർന്നിടെ കടൽ കനിന്തുടൻ വിടവേ. അങ്ങനെ വരാ ദോഷിയെ തെരഞ്ഞു, ആ പാവപ്പെട്ടവനെ തെരഞ്ഞു. അവരാരെ കിട്ടി? എന്നെയാണ് കിട്ടിയത്. രാജാവ് പറഞ്ഞു കൊടുക്കുക. അങ്ങനെ രണ്ട് കാലിൽ ആളുകൾ പിടികൂടി, എന്റെ രണ്ട് കയ്യിൽ ആളുകൾ പിടികൂടി. ആളുകൾ പിടികൂടിക്കൊണ്ട് കയ്യും കാലും പിടിച്ച് എന്നെ ആട്ടിക്കൊണ്ട് ആ ഭീകരമായ തിരമാലകൾ ആത്തിരമ്പുന്ന ബഹറിലേക്ക് ഇടുവാൻ വേണ്ടിയേ പെട്ടെന്ന് കടൽ ശാന്തമായി. പിടിച്ച് വീശുന്നതോടുകൂടെ ഇട്ടില്ല, കടൽ ശാന്തമായി. ആ സമയത്ത് ഞാൻ ചിന്തിച്ചു, ആ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏറ്റവും വലിയ ദോഷി ഞാനാ. എന്നെ സന്തോഷിപ്പിച്ച ഒരു സമയം അതാ. ഞാൻ വില്യണെന്നല്ല, ഞാൻ ഔലിയാണ്.
എന്നെ ഇടുമ്പോഴേക്ക് കടല് ശാന്തമായി എന്നല്ല ചിന്തിച്ചത്. സുബ്ഹാനല്ലാഹ്, എത്ര ഒരു മനസ്സൊന്നാലോചിച്ച് നോക്കാം. ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ മഹാരകളുടെ 2-3 കറാമത്തുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് പിരിയാം. നേരെ ശ്രദ്ധിച്ചു. ബിസ്മില്ലാ. മഹാരകൾ അങ്ങനെ ഇബാദത്തിൽ മുഴുകി വർഷങ്ങളോളം ഇബാദത്തെടുത്ത് നോമ്പ് നോറ്റ് പ്രിയപ്പെട്ടവരെ നിസ്കരിച്ച് അങ്ങനെ കഴിയവേ തരുളാണേ വാലിയുള്ള ഒരു പുസ്തകം പത്ത് റഹീം ശമ്പളത്തിൽ ഇരിക്കുന്നോരായി പരിപാടിൽ ഉടമസ്ഥന വലിയാരിൽ ഓരോറുമ്മാൻ പരിത്തിട്ട് കൊടുക്കുവാൻ അരുളിടല്ല വാലിയുള്ള ഒരു പുസ്തകം പത്ത് ദറാഹീം ശമ്പളത്തിൻ നിലയ്ക്കുന്നോരായി പരൈഭാഗിൽ ഉടമസ്ഥൻ വലിയാരിൽ ഒരു റുമ്മാൻ പരിത്തിട്ടേ കൊടുക്കുവാൻ അരുളിടലാ പരിശന്തേ പാടന്തേ പ്രകാശം കാണിന്തപ്പോൾ വലിയ റൗഷേമിലൂറ്റാറ് എടാ ജാഹിലേ ജഹലേ നീ പാകരാവും ഒഴിയാതെ ചാമേ ചീട്ടും ജിൻസിതേ വേറെ തീരി ചരിഞ്ഞില്ലയോ കേട്ടി പാറിനീടെ താമറി ഞാൻ ഇവരെ ഒന്നും ഉചിത്തില്ലാതാലിലെന്റെ അവൻ ചോദിച്ചാർ പകരം ഓതിയുടെ നോട്ടൻ നീലാമേ നീനിൽ മാസം പകരം ഓതിയുടെ നോട്ടൻ നീലാമേ നീനിൽ മാസം പഠിത്തന്ന് നീറുത്തി തീരുവാനല്ലയോ. മക്കയിൽ നിന്ന് മഹാനായ രാജാവ് ഷാമിലേക്ക് യാത്ര ചെയ്തു. ആ ഷാമിൽ ചെന്നിട്ട് പ്രിയപ്പെട്ടവരെ ഇതാ മഹാനായ രാജാവ് പതിവ് പോലെ ഒരു മുന്തിരിത്തോട്ടത്തിൽ 10 ദിർഹമിന് ജോലി ചെയ്യാം. കേട്ടോ 10 റുപ്യക്ക്. മക്കളെ എത്ര റുപ്യക്കാ ഞാൻ പറഞ്ഞത്? ഉറക്കപ്പറ എത്ര റുപ്യക്കാ പറഞ്ഞ്? ഉറക്കപ്പറ എത്ര റുപ്യക്കാ പറഞ്ഞ്? 10 റുപ്യക്കല്ലേ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം പോയ എന്നാ ഞാനിക്കുന്നത് ഇന്ന് 2 ആൾക്ക് ചെറിയ ഉറക്കം. അത് പോയില്ലേ? 10 രൂപക്ക് ജോലി ചെയ്യാം. 10 രൂപക്ക് മുന്തിരിത്തോട്ടത്തിന് ജോലി ചെയ്യാം. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം വർഷങ്ങളോളായിട്ട് ജോലി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരു ദിവസം ഈ മുന്തിരിത്തോട്ടത്തിന്റെ മുതലാളി നല്ലൊരു ചെറുപ്പക്കാരനാണ്. പുള്ളി എന്താ ചെയ്യുന്ന അറിയോ? കുറെ ആളുകളുമായി ഈ മുന്തിരിത്തോട്ടത്തിന്റെ ഭാഗത്തേക്ക് കുതിരപ്പത്ത് വരിക. കുതിര ഓടിയല്ല ചാടുകയാണ്. കുതിര എങ്ങനെ ഉണ്ടോ? കുതിരപ്പുറത്ത് എങ്ങനെ വരികയാണ്. കുതിരപ്പുറത്ത് വന്നിട്ട് അദ്ദേഹത്തിന് ഇരിക്കാൻ ഒരു ഇരിപ്പിടം. ആ ഇരിപ്പിടത്തിന്റെ ഭാഗത്ത് കൂട്ടുകാരെ കിരിച്ച് എന്നിട്ട് മഹാനായ ഇബ്രാഹിം എന്ന രാജാവിനെ വിളിച്ചു. ശരിക്കും ശ്രദ്ധിക്കണം, കൊട്ടാരമൊട്ടൊക്കെ സുൽത്താനാന്ന് ഇവർക്ക് അറിയില്ല. ഇബ്രാഹിം അതറിയ പേര്. ഇബ്രാഹിം എന്നൊരു ഓടി വന്നു. മുന്തിരിത്തോട്ടത്തിന്റെ മുതലാളിയല്ലേ? ഓടി വന്നു. മുതലാളി പരിചയപ്പെടുത്തി. എന്റെ കൂട്ടുകാരനാണ്. ഓ ആയിക്കോട്ടെ, അസ്സലാമു അലൈക്കും. നിന്റെ ചങ്ങാതിയാണ്. അസ്സലാമു അലൈക്കും. നിന്റെ സുഹൃത്താണ്. ഒക്കെ തന്നെയാണ്. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ ഓരോരുത്തരെ പരിചയപ്പെടുത്തിയിട്ട് മുതലാളി പറഞ്ഞു, ഇബ്രാഹിം എന്റെ കൂട്ടുകാരെ നമ്മുടെ മുന്തിരിത്തോട്ടം കാണാൻ വന്നതാണ്. അതുകൊണ്ട് ഈ മുന്തിരിത്തോട്ടത്തിൽ വെച്ച് നല്ല മധുരല്ല, വേറെ ശ്രദ്ധിക്കണ്ടോ, നല്ല മധുരല്ല കുറച്ച് മുന്തിരി പറിച്ചു കൊണ്ടുപോകാം. അവരെ സ്വീകരിക്കണ്ടേ? മഹാനായ രാജാവ് മുന്തിരിത്തോട്ടത്തിൽ കടന്നിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊക്കെ നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് പറിച്ച് മുന്തിരി കൊണ്ടുവന്ന് വെച്ച ഉടനെ മുതലാളി എന്താ ചെയ്തത്? ഒരു മുന്തിരി ഇത് പുളിക്കുന്നുണ്ടല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞത് പുളിക്കുന്ന മുന്തിരി കൊണ്ടുവരാനാ, മധുര കൊണ്ടുപോകാം.
അതങ്ങോട്ട് തട്ടിത്തെറിപ്പിച്ചു. രാജാവ് പോയിട്ട് വീണ്ടും കുറെ മുന്തിരി, കുറച്ച് വലുത് ആദ്യം കൊണ്ടത്, അതിന് കുറച്ച് താഴെയുള്ളത് അതൊക്കെ പെരുക്കി പരിച്ചു കൊണ്ടുവന്നു, വെച്ചു കൊടുത്തപ്പോ മുതലാളി വീണ്ടും അത് അതിലേറെ പിടിക്കുന്നു. എടാ നീ എന്താളെ മെരറ്റ? എടാ ജാഹില്, വർഷങ്ങളോളമായി എന്റെ മുന്തിരിത്തോട്ടം നീ ജോലി ചെയ്യുന്നു, രാവും പകലും ചവച്ചരച്ച് കടിച്ചു തുപ്പുന്നു നീ എന്റെ മുന്തിരി. ചവച്ചരച്ച് തുപ്പുന്ന നിനക്ക് ഏത് മുന്തിരിയാണ് പഴുത്തത്, ഏത് മുന്തിരിയാണ് മധുരമുള്ളത്, ഏതാണ് പുളിയുള്ളത് എന്ന് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലേ? ആ സമയത്ത് രാജാവ് പറഞ്ഞു, മുതലാളിയില്ല, ഞാൻ നിങ്ങളുടെ മുന്തിരിത്തോട്ടം സംരക്ഷിക്കാനാണ് 10 രൂപയ്ക്ക് ഇവിടെ നിൽക്കുന്നത്. നിങ്ങളുടെ മുന്തിരിത്തോട്ടം നശിപ്പിക്കാനല്ല, നിങ്ങളുടെ മുന്തിരിയെ ചാതു നോക്കാനല്ല. ഇന്നേ വരെ ഈ മുന്തിരിത്തോട്ടത്തിൽ ഒരു മുന്തിരി എന്റെ വായക്കകത്തേക്ക് ഞാൻ വെച്ചിട്ടില്ല. എന്താണ് ഈ പറയുന്നത്? എന്തായി പ്രിയപ്പെട്ടവര്? വർഷങ്ങളോളമായി മുന്തിരിത്തോട്ടം നോക്കുന്നു, പക്ഷെ ഇന്നേ വരെ ഒരു മുന്തിരി ഞാൻ എന്റെ വായക്കകത്തേക്ക് വെച്ച് രുചി നോക്കിയിട്ടില്ല. ചെറുപ്പക്കാരൊക്കെ അത്ഭുതപ്പെട്ടപ്പോ മുതലാളിയുടെ കമന്റ്, ഇത് വലിയ തമാശ. നീ ആരടാ? കൊട്ടാരമിട്ടിറങ്ങിയ സുൽത്താൻ ഇബ്രാഹിമോ? എന്താ മുതലാളി ചക്കൻ ചോദിച്ചത്? നീ ആരടാ? കൊട്ടാരമിട്ടിറങ്ങിയ സുൽത്താനോ ഇബ്രാഹിം രഥമോ? രാജാവ് ഒന്ന് പതറി, ഒന്ന് പേടിച്ചു. അതെ, ഞാൻ തന്നെ മനസ്സിൽ പറഞ്ഞു, പക്ഷേ പുറത്തേക്ക് പറയാൻ പറ്റില്ല. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല, തടി സലാമത്താക്കണം. ഒന്ന് ആലോചിച്ച് നോക്കാം, അവിടെ നമുക്ക് പാടല്ലേ. ഒരു ബേക്കറി കടയിൽ ഒരു ശമ്പളം കൊടുത്തിട്ട് ഒരു സാധനത്തിൽ നിർത്തിയാൽ പറ്റും. 5 കിലോ മിച്ചർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ 2 ദിവസം ആകുമ്പോൾ ചുരുങ്ങിയത് 200 എന്തായാലും ഇങ്ങനെ രുചി നോക്കി ഈത്തപ്പഴാണെങ്കിലും ശരി, കായമത്തലാണെങ്കിലും ശരി, ചക്കര വറുത്തതാണെങ്കിലും ശരി, ഇങ്ങനെ ഒഴിഞ്ഞിരിക്കുമ്പോ ആരും കച്ചവടത്തിൽ വന്നില്ലെങ്കിൽ ടോപ്പ് തുറക്കാം. ഇതാ നമ്മുടെ വടി. റഹ്മാനായ റബ്ബേ ഒന്ന് ആലോചിച്ച്, വല്ല പൂരണ്ടാകുമ്പോ, വല്ല ഉത്സവം ഉണ്ടാകുമ്പോ, വല്ല നേർച്ച ഉണ്ടാകുമ്പോ റോഡിന്റെ സൈഡിലൊക്കെ അലുവ ഉണ്ടാകും, ഈത്തപ്പ ഉണ്ടാകും, പൊരി ഉണ്ടാകും, മുറുക്ക് ഉണ്ടാകും, എന്തോ ഉണ്ടാവും. ജിലേബി ഉണ്ടാകും, മലപ്പുറം മിഠായില്ലേ, എല്ലാം ഉണ്ടാവും. എന്നാ ചില ആൾക്കാർ എന്താ ഈ ചോറൊന്നും വെക്കൂല വീട്ടിൽ, നീർച്ചക്ക് നേരെ നീർച്ചക്ക് പോകും. നീർച്ചക്ക് ഇങ്ങനെ പോയിട്ട് 2-3 നാൾ ഇങ്ങനെ നടക്കും. 2-3 നാൾ നടന്നിട്ട്, ഹലോ അലുവ എന്താ വരാ? അലുവ 125 ഉറുപ്പിക. കർത്തേന് എന്താ വരാ? കർത്തേന് കുറച്ച് കൂടും. ഞാൻ ചോപ്പൊന്നും കാട്ടും, ഇത് വേഗട്ടതല്ലേ, അതിനും കുറച്ചെന്നല്ല. ഈത്തപ്പഴം പുതിയതാണ്, ആ കുഴപ്പമില്ല, നമുക്ക് ചോറിച്ചിട്ടില്ലേ, ഇപ്പം ചോറിച്ചിട്ടില്ല, വിശക്കാണ് വേണ്ട. ഇതിങ്ങനെ വാങ്ങുമ്പോ മുറിച്ചെടുക്കുമ്പോ ഈ സാധു ചിന്തിക്കുന്നത് എന്താ അറിയാം? വാങ്ങിക്കോളൂ 2 കിലോ 2 കിലോ വാങ്ങുന്ന ഓനെന്താ പറയാന്നറിയാം? ഞാൻ പരട്ട എന്റെ എന്തിനാ വാങ്ങുള്ളൂ, ഞാൻ വരപ്പരട്ട. മൂപ്പര് നേരെ അപ്പുറത്ത് പോയിട്ട് അവിടുന്നും വാങ്ങും, അതിന്റെ അപ്പുറത്ത് പോയിട്ട് അവിടുന്നും വാങ്ങും. പൊരിയ കിട്ടിയ അതും തിന്നും, മുറുക്ക കിട്ടിയ അതും പൊട്ടിക്കും. അവസാനം വയറ് നിറച്ചിട്ടുണ്ടാവും. പിന്നെ ആ സാധനത്തിൽ ആ വടിക്കിട് കാണൂല. ഒന്ന് ആലോചിച്ച് നോക്കാം, എത്ര ഇളനീരിട്ട് കുടിക്കുന്ന കള്ളന്മാര്, എത്ര കപ്പ പറിച്ച് കൊണ്ടുപോയിട്ട് കോഴി കൂട്ടിക്കൊണ്ട് തിന്നുന്ന കള്ളന്മാര്. സുബ്ഹാനല്ലാഹ്. ഇബ്രാഹിം പറയാ, ഇനിയും ഇതുപോലെ ഒരു സംഭവം വീണ്ടും വരുന്നുണ്ട്. മഹാനായ ഇബ്രാഹിം അവിടെ പ്രിയപ്പെട്ടവരാകെ അന്തം വിട്ടുപോയി. കാരണം ഒരിക്കലും ആ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് മഹാനവர்கள் തിന്നിട്ടില്ല. അൽഹംദുലില്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കുന്നെങ്കിൽ അൽഹംദുലില്ലാഹ്. ഒരു ദിവസം മഹാനായിരിക്കുന്ന രാജാവ് പരിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിലാണ്. ഞങ്ങൾക്കറിയില്ലേ പലസ്തീനിലെ പള്ളി? ആ പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസ് എന്ന പള്ളിയിൽ അർദ്ധരാത്രിയാണ് സമയം. ആരാധനയിൽ മുഴുകിയിരിക്കുകയാണ്. നേരെ ശ്രദ്ധിച്ചോ, പള്ളിന്റെ ഒരു ഭാഗത്ത് ആരാധന മുഴുകിയിരിക്കുമ്പോ അതാ അമ്പലത്തിൽ നിന്ന് 2 റഹ്മത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ഇറങ്ങി വന്നു. നേരെ കേട്ടോളൂ പ്രിയപ്പെട്ടവരെ. വലിയൊരു നാളിൽ ബൈത്തുൽ മുഖദ്ദസ് മസ്ജിദിൽ ചെണ്ടാരേ നേയാലിൽ ഒറ്റക്കിരിന്തന്ന് പാതിരാ നേരം കഴിന്താതിരി കണ്ടാരേ ഉലകം വീടിന്തിരു പിണ്ടോർ വീശിന്തന്ന് പള്ളിക്കാകം താ
കാടുന്ന് ഉച്ചമീറാബോട്ട് നേരെ നിന്നവർ തമ്മിൽ മൊളിന്താരേ ഒരു നാളിൽ ബൈത്തുൽ മുഖദ്ദസിൽ മസ്ജിദിൽ ചെണ്ടാനേ ലയാലിൽ ഒറ്റയ്ക്കിരുന്നെന്ന് പാതിരാ നേരം കഴിന്തതിൽ കണ്ടാനേ ഉലകമ്പിടിന്തിരു പിണ്ടോടി സിന്തന്തി പള്ളിക്കാകം താനേ കാടുന്ന് ഉറ്റേ മിഹ്റാബോട് നേരെ നിന്നവർ തമ്മിൽ മൊളിന്താനേ വീടം ഇബ്രാഹിമുള്ളതാൽ എന്റെ ജവാബാനേ വലതായേ ബൽഖൽ ഇബ്രാഹിമോ ഒളി കേട്ടേനെ അംതാരേ താരിത്തെ പാനൂരിൽ മറ്റു മലക്കോറം നേരം ഇശം ജീവൻ താരേ നിർബന്ധം ചെയ്ത് ലഭിച്ചാനേ ബാലയെ ദർജയിലെത്തിയ ശേഷപിതായിപ്പോൾ തന്നെ പിഴച്ചാനേ ഉണ്ണിയെ പോതാവർ ചോടി ലഭിക്കുവൻ സംഗതിയുണ്ടാനേ പകരം ഓതുന്നൊരു നാൾ ബസറയിൽ ചെണ്ടിവൻ കാരക്ക കൊണ്ടാനേ അന്ന് സമറൊന്ന് ഭൂമിയിൽ വീഴ്ന്നത് തൻ്റെതെന്നോർത്താനേ എടുത്തേ അക്കാനി പള്ളയിൽ ആയേ മുതൽക്കിന്റെ താഴ്ച ഭവിത്താനേ എന്ന് മലായിക്കത്തോടൂരെയും കല്ലാം തങ്ങളറിന്താനേ ചെയ്താൽ കിട്ടൊരു അണ്ടാസം എത്തിയും പെട്ടേനെ പൊട്ടിക്കരഞ്ഞാനേ രസകരമായ സംഭവം നേരെ കേട്ടോളൂ. എന്താണ്? മഹാനായ ഇബ്രാഹിം എന്ന രാജാവ് ബൈത്തുൽ മുഖദ്ദസ് പള്ളിയിൽ രാത്രിയെ ഒറ്റയ്ക്കിരുന്ന് ഉറക്കം വഹിച്ചിട്ട് ഇബാദത്ത് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അമ്പലത്തുനിന്ന് രണ്ട് മലക്കുകൾ ഇറങ്ങി വരുന്നത്. ബൈത്തുൽ മുഖദ്ദസ് പള്ളിന്റെ മിഹ്റാബിന്റെ നേരെ നിൽക്കുക രണ്ട് മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ. ഒരു മലക്കിനോട് ചോദിക്കാം, ഇവിടെ എന്തൊരു മനുഷ്യന്റെ വാസന? എന്താ ചോദിച്ചത്? ഒരു ഇൻസിന്റെ ഗന്ധം, ഒരു മനുഷ്യന്റെ വാസന എന്താ? മറ്റേ മലക്ക് പറഞ്ഞു കൊടുത്തു, അതെ അതെ അപ്പുറത്തെ ഇബ്രാഹിം അപ്പുറത്തെ ഇബ്രാഹിം ഇബാദത്ത് എടുക്കുന്നുണ്ട്. ഏത് ഇബ്രാഹിം? ബൽഖ ചക്രവർത്തിയായ കൊട്ടാരമട്ടങ്ങിയ സുൽത്താനോ? അതെ അതെ. ഓന്റെ കാര്യം മഹാപോക്ക. മലക്കുകൾ സംഭാഷണം നടത്തുക. ആ സംഭാഷണം അള്ളാന്റെ കുതിരത്തുകൊണ്ട് രാജാവ് കേൾക്കുക. ഓന്റെ കാര്യം പോക്ക. മറ്റേ മലക്ക് ചോദിച്ചു, അതെന്താ? വർഷങ്ങളോളമായി പടച്ച തമ്പുരാൻ ആരാധന ചെയ്ത് ഇബാദത്തെടുത്തെടുത്തെടുത്ത് ഉന്നത പദവി കരഗതമാക്കിയ രാജാവ്, പക്ഷേ ആ ഉന്നത പദവി, ആ സ്ഥാനമെല്ലാം പോയി. രാജാവ് ഞെട്ടി. പടുത്തുയർത്തിയ ആ കൊട്ടാരം പൊളിഞ്ഞ് തരിപ്പണമായി. എന്താ അതിന് കാരണം? മലക്ക് ചോദിച്ചു. അതെ, ഇവൻ ഒരു സന്ദർഭത്തില് ബസ്ര എന്ന നാട്ടുകൂടെ പോയി. ആ മലക്ക് പറഞ്ഞു കൊടുക്കുക, ഒരു സന്ദർഭത്തിൽ ബസ്ര എന്ന നാട്ടുകൂടെ പോയി. ആ ബസ്ര എന്ന നാട്ടുകൂടെ പോയപ്പോ ബസ്രയിൽ ഈത്തപ്പന മാർക്കറ്റാണ്, ഈത്തപ്പനയുടെ ചന്തയാണ്. ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും പറഞ്ഞത് നമ്മളവരോട് പറയില്ല, ബസ്രയിലേക്ക് ഈത്തപ്പഴം കയറ്റണ്ട, എന്റെ കാര്യം നോക്കിയാൽ മതി. അങ്ങനെ ഒരു പഴമൊഴി ഉണ്ടല്ലോ, പറയാറുണ്ടല്ലോ. ആ ബസ്ര ഈത്തപ്പഴ മാർക്കറ്റ്, മഹാനായ ഇബ്രാഹിം എന്നവര് ആ മാർക്കറ്റിലൂടെ പോകുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ അല്പം ഈത്തപ്പഴം വാങ്ങിയപ്പോ അത് തൂക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഈത്തപ്പഴം താഴെ വീണപ്പോ രാജാവ് എന്ത് തീരുമാനിച്ചു? വിചാരിച്ചു, എന്റേതാ, ഞാൻ കാശ് കൊടുത്ത് തൂക്കുന്നതിൽ പെട്ടതാ, തൂക്കിക്കഴിഞ്ഞതാ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ ഈത്തപ്പഴം എടുത്തുകൊണ്ട് അവൻ തിന്നു. പറയാ, ആ ഈത്തപ്പഴം എടുത്തുകൊണ്ട് തിന്നു. പക്ഷേ
അതവന്റെ മിൽക്കിൽപ്പെട്ടതല്ല, അവന്റെ കാശിൽപ്പെട്ടതല്ല. നന്ദി മഹാമിസ്കീൻ തീരെ നിർബന്ധം ചെയ്തി ലഭിച്ചാനേ വലിയ ദർജയിലെത്തിയ ശേഷം ഇതായിപ്പോൾ താണി പിഴച്ചാനേ. അന്ന് മറന്ന് ഭൂമിയിൽ ബിൽദത് തന്റേതെന്നോർത്താനേ എടുത്ത് അക്കാനി പള്ളേയില്ലായേ മൂതിൽക്കിന്തേ താഴ്ചാപവിത്താനേ. ോരുരെയും കലാം തങ്ങൾ അറിന്താനേ ചെയ്താൽ ഇട്ടൊരു അട്ടാസം എത്തിയും പെട്ടനെ കുട്ടിക്കരഞ്ഞാനേ. എല്ലാ ഹസീകത്തിനുള്ളറിയും നോന്നി അല്ലയോ മന്നാനേ ചെകിലാൽ എത്തിയ കുത്തമ്മാനത്തം പൊരുത്ത് അരുളിത്താഹന്നാനേ. അതാ കച്ചവടക്കാരന്റെ ഈത്തപ്പഴാണ്, തന്റെ ഇതിൽ പെട്ടതല്ല. പക്ഷേ രാജാവ് നിരപരാധിയാ. എന്നിട്ട് പോലും അറിയാതെ പൊരുത്തമില്ലാത്ത ഈത്തപ്പഴം തിന്ന കാരണത്താൽ തന്റെ അമലുകളൊക്കെ പൊളിഞ്ഞുപോയി. അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്തതായി. ഇത് കേട്ടതോടുകൂടെ രാജാവ് ചാടി എഴുന്നേറ്റു, നെഞ്ചത്തടിച്ചു, പൊട്ടിക്കരഞ്ഞു, അട്ടഹാസമിട്ടു. എല്ലാ ഹഖീഖത്തിനുള്ള അറിയുന്നോ നീ അല്ലയോ മന്നാരേ ജഹീറാൽ എത്തിയ കുത്തമ്മനത്തും പുറത്ത് അരുളിക്കാ ഹന്നാരേ. ജില്ലകത്തല്ലാൽ ചൊല്ലി തലക്കും മുഖത്തും ആടിത്താരേ ബസറ ദിക്കാനതുക്ക് അവർ വെക്കം ഇറങ്ങി നടക്കൈ മുതിർത്താരേ. പടച്ചവരേ, നിനക്ക് എന്റെ മനസ്സറിയുമല്ലോ, എന്റെ കൽപ്പറിയുമല്ലോ. അറിയാതെ പറ്റിപ്പോയ രമണിയാണ്. അല്ലാ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ചാടി മഹാനായ രാജാവ് ഓടി, നിൽക്കാതെ ഓടി. എത്രയോ കാലം അപ്പുറത്തുള്ള ബസ്രയിലേക്ക് പ്രിയപ്പെട്ടവരെ നിൽക്കാതെ ഓടുകയാണ്. വിശപ്പ് മറന്നുപോയി, ദാഹം മറന്നുപോയി, ക്ഷീണം മറന്നുപോയി. പടച്ചറപ്പിന്റെ പൊരുത്തത്തിന് വേണ്ടി കൊട്ടാരമിട്ട സുൽത്താൻ നിൽക്കാതെ ഓടി മക്കളെ ബസ്രയിൽ ചെല്ലുകയാണ്. ബസ്രയിൽ ചെന്നുകൊണ്ട് കച്ചവടക്കാരനെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഒരു ഉറുപ്പിക എടുത്തിട്ട് കച്ചവടക്കാരന്റെ കയ്യിൽ കൊടുത്തു. ഇത് പിടിക്ക. എന്താ വേണ്ടത്? ഇത് പിടിക്കാ, നീ ഇത് പിടിക്ക്. ചൊല്ലിയ കച്ചവടക്കാരന്റെ ഇടത്തിരി കൊടുത്താനേ ദീർഘം ചോദിച്ച് വാങ്ങി കാരക്ക ഒരു ചോള നല്ലതെടുത്താനേ. ഒരു ഉറുപ്പ്യ കൊടുത്തിട്ട് പറഞ്ഞിയടാ, നിനക്ക് നിന്റെ കടയിൽ വെച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടത് ഈത്തപ്പഴം എടുക്കടാ, ഇഷ്ടപ്പെട്ട ഈത്തപ്പഴം എടുക്ക്. കച്ചവടക്കാരൻ തെരഞ്ഞിട്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വലിയൊരു ഈത്തപ്പഴം എടുത്തു. മഹാരാജാവിന്റെ കയ്യിൽ കൊടുക്കുമ്പോ പറഞ്ഞു വെക്കടാ, അത് നിന്റെ മുതലാ. മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ട് ഈത്തപ്പഴം തൂക്കി വാങ്ങുമ്പോ ഒരു ഈത്തപ്പഴം താഴെ വീണപ്പോ എന്റെ എന്നോർത്തുകൊണ്ട് അറിയാതെ തിന്നിട്ടുണ്ടടാ. ഇതത് ബദല് വെക്കടാ, തിന്നുപോയതൊക്കെ പൊരുത്തപ്പെടടാ. അതൊന്ന് പൊരുത്തപ്പെട്ട് കാട്ടിരിക്ക്. അതിന് ബദല് നീ കാശ് വെച്ചോ, ഈത്തപ്പഴം വെച്ചോ, എനിക്കൊന്ന് പൊരുത്തപ്പെട്ട് തരണം. എന്റെ റഹ്മാനായ റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടിയാണ്. ഒരിക്കലും വൈമനസ്യം കാണിക്കരുത്. ഇതങ്ങോട്ട് കരഞ്ഞു പറഞ്ഞപ്പോ ആ കച്ചവടക്കാരൻ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. രാജാവ് വിചാരിച്ചു രണ്ട് കിട്ടാനാണ്, കുടിക്കാനാണ്, തരാനാണ്. ആ കച്ചവടക്കാരിങ്ങനെ വന്നിട്ട് പെട്ടെന്ന് കാൽക്കൽ പിടിച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാനവറുകളെ, ഞാൻ പൊരുത്തപ്പെട്ടു, എനിക്ക് വേണ്ടി വന്ന് ദുആ ചെയ്യണേ. കാരണം അങ്ങകലെയുള്ള പലസ്തീനിൽ നിന്ന് ഒരു ഈത്തപ്പഴം തിന്നത് പൊരുത്തപ്പെടിക്കാൻ ബസറയിൽ ഓടി വരണമെങ്കിൽ ഇദ്ദേഹം സാധാരണക്കാരനല്ല. കച്ചവടക്കാരൻ മനസ്സിലാക്കിയതാണ്, ഇദ്ദേഹം ഒരു സാധാരണ മനുഷ്യരല്ല. ആ യുവാവ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തുകൊണ്ട് പൊരുത്തപ്പെട്ടുകൊണ്ട് പറഞ്ഞു, ദുആ ചെയ്യണം. മഹാനായ സൂഫി ദുആ ചെയ്തു. തദടിസ്ഥാനത്തിൽ കച്ചവടക്കാരനും ഒരു സൂഫിയായി മാറി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല
മഹാനുകളുടെ ബർക്കത്തോടെ നമ്മളെയൊക്കെ അല്ലാഹ് നന്നാക്കുമാറാവട്ടെ. ഒരാമീൻ പറഞ്ഞൂടെ? അല്ലാഹ് നമ്മളെ നന്നാക്കുമാറാവട്ടെ. നമ്മുടെ ഹൃദയത്തെ അല്ലാഹ് ശുദ്ധീകരിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങളൊന്ന് പുറത്തു തരുമാറാവട്ടെ. അവരൊക്കെ ഒരുമിച്ച് വന്ന സ്വർഗത്തിൽ ഒരു ഇടം എവിടെയെങ്കിലും തന്നിട്ട് റഹ്മാനായ റബ്ബ് നമ്മളെ കനിഞ്ഞരുളുമാറാവട്ടെ. നമ്മളുടെ മരണപ്പെട്ടു പോലെയും അല്ലാഹു ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, കേൾക്കണം മഹാനുകളുടെ ചരിത്രം. ഞാൻ ചുരുക്കി പറയാം. വർഷങ്ങളെ കഴിഞ്ഞു. നേരെ ശ്രദ്ധിച്ചോണ്ടോ? കഥയുടെ ആ ലാസ്റ്റ് ഭാഗത്തിലേക്ക് ഞാൻ വരും. ഒരു 15 മിനിറ്റിനുള്ളിൽ ഞാൻ ഒതുക്കും. വർഷങ്ങൾ കഴിഞ്ഞു. ഭാര്യ ജീവിച്ചിരിക്കുന്നുണ്ട്. അന്ന് പോകുമ്പോ ഒരു മകനുണ്ടായിരുന്നു, വലുതായി. ആ മകൻ ഇങ്ങനെ വലുതായി, നല്ല സുഖനായി. വാപ്പാനെ അന്വേഷിച്ചുകൊണ്ട് പല ഭാഗത്തേക്കും പട്ടാളക്കാരെ വിട്ടു. അവസാനം പ്രിയപ്പെട്ടവരെ, പല ഭാഗത്തും അന്വേഷിച്ചു. ആ മോൻ തന്റെ പിതാവ് രാജാവായിരുന്നു എന്നും ഈ കാണുന്ന സമ്പത്തെല്ലാം എന്റെ പിതാവിന്റെയായിരുന്നു എന്നും ഭയങ്കര രാജാവായിരുന്നു എന്നും അറിഞ്ഞ മകൻ തന്റെ പിതാവിനെ പട്ടാളക്കാരെ വിട്ടൊക്കെ അന്വേഷിച്ചു കൊണ്ടിരിക്കുമ്പോ ആരോ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ പിതാവിനെ പരിശുദ്ധമായ മക്കയിൽ അന്വേഷിച്ചോളൂ, ഹജ്ജിന്റെ സീസണിൽ. കാരണം ഹജ്ജിന്റെ സീസണിൽ അവിടെ വരും. നല്ലൊരു പോയിന്റ് ആണെന്ന് മകന് തോന്നി. അടുത്ത് വരുന്ന ഹജ്ജിന് മകനും പ്രിയപ്പെട്ടവർ, മകന്റെ പേര് വെള്ളിപ്പാടവര് അദ്ദേഹം എന്ന മോനും പ്രിയപ്പെട്ടവരെ പട്ടണത്തിലുള്ള 4000 പേരും തന്റെ മാതാവ് അടക്കം ആ ഹജ്ജിന് പോകുകയാണ്. അങ്ങനെ നമുക്കറിയാലോ, പരിശുദ്ധമായിരിക്കുന്ന മക്കയിൽ ചെന്നാൽ ഓരോ നാടിന്റെയും പതാകകൾ ഉണ്ടാവും. എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മീഡിയയിലൊക്കെ പോകുമ്പോ ഓരോ നാട്, ഇന്ത്യന്റെ പതാക, അമേരിക്കന്റെ പതാക, ഇംഗ്ലണ്ടിന്റെ പതാക, ചൈനയുടെ പതാക, ഓരോ പതാക ഉണ്ടാവും ടെന്റിൽ. അങ്ങനെ ബൽക്കായുടെ ഖുറാസാന്റെ പതാക ഒരു ടെന്റിന്റെ മുകളിൽ കെട്ടി അദ്ദേഹം അവതരിക്കുന്നു. 4000 ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹജ്ജിനൊക്കെ പോകാൻ, ഉംറയ്ക്ക് പോകാനുള്ള ഭാഗ്യം നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാ. ഞാൻ പോകുമ്പോഴൊക്കെ ദുആ ചെയ്യും. വർഷത്തിൽ ഒരു വട്ടം ഉസ്താദ് പോവാറുണ്ട്. അത് മാർച്ച് മാസത്തിൽ മാത്രം. പ്രാവശ്യം മാർച്ച് 7-ന് പുറപ്പെടും. നമ്മുടെ ഈ ഭാഗത്തുള്ളൊക്കെ ഒരുപാട് ആളുകൾ ഉസ്താദിന്റെ കൂടെ വരാറുണ്ട്. അൽഹംദുലില്ലാ. നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അവിടെ പോയിട്ടൊക്കെ നിങ്ങൾക്ക് വേണ്ടി, എന്റെ പരിപാടിയിലെ പങ്കാളികളായ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യാറുണ്ട്. ഒരുപാട് ആളുകൾ വിളിച്ചു ചോദിച്ചു, എന്നാനീ പോണ്. പാസ്പോർട്ടുകൾ അൽഹംദുലില്ലാ ഫെബ്രുവരി അടുത്ത മാസം സ്റ്റാർട്ടിങ് തന്നെ പാസ്പോർട്ടുകൾ വാങ്ങും. പോകാത്തവർക്കൊക്കെ അല്ലാഹു പോകാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, മേൽ പറയപ്പെട്ട ബൽക്കായിൽ വന്ന ആ ആളുകൾ ടെന്റ് കെട്ടി താമസിക്കാം. ഹജ്ജിന്റെ സമയം ആവുന്നേ ഉള്ളൂ. അദ്ദേഹം പുറത്തിറങ്ങും. എന്നിട്ട് ചോദിക്കും ആരോടെങ്കിലും, നിങ്ങൾ ആരെങ്കിലും കൊട്ടാരവട്ടങ്ങ സുൽത്താൻ ഇബ്രാഹിം എന്നവരെ അറിയോ? ഞങ്ങൾ അറിയില്ല. അങ്ങനെ അന്വേഷിക്കുന്നതിനിടയിലാണ് പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ഒരു മൂലയിൽ കുറച്ച് ഫക്കീറന്മാരിങ്ങനെ അവർ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുക. ആ ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മഹാനായ അതും എന്ന ആ ആള് ചെന്ന് ചോദിച്ചു, ഇബ്രാഹിം മകൻ, അസ്സലാമു അലൈക്കും. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ്? വർഷങ്ങൾക്ക് മുമ്പ് കൊട്ടാരം വട്ടങ്ങ സുൽത്താൻ ഇബ്രാഹിം എന്ന രാജാവിനെ കുറിച്ച് വല്ല പിടുത്തുണ്ടോ? ഒരു ഫക്കീർ ഇങ്ങനെ ചിന്തിച്ചു. മോന്റെ വീട്, എന്റെ വീട് ബൽക്കായിലാണ്. ഓഹോ. അപ്പൊ ആ ഫക്കീർ മറ്റൊരോട് പറഞ്ഞു, പിന്നെ ഇത് നമ്മുടെ ഉസ്താദില്ലേ, നമ്മുടെ നേതാവ്, ആ നേതാവിനെ നീ അന്വേഷിക്കുന്നത്. മോനെ, ഞങ്ങൾക്കറിയാം. അറിയോ? എവിടെ? ആ കാണുന്ന മലയുടെ താഴ്വരയിലേക്ക് വിറകുണ്ടാക്കാൻ പോയിട്ടുണ്ട്. രാജാവിന്റെ പണി എന്താണെന്നറിയോ? ഈ ഫക്കീറന്മാരെ ആരും വിറകുണ്ടാക്കാനായിക്കൂല. സ്വന്തം കൈകൊണ്ട് വിറകുണ്ടാക്കി അത് വിറ്റിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത് ഈ ഫക്കീറന്മാർക്ക് വിളമ്പി കൊടുക്കും. അതാണ് രാജാവിന്റെ ഇന്നത്തെ തൊഴിൽ. മഹാനായിരിക്കുന്ന അതിമെന്ന കുട്ടി, ആ യുവാവ് കേട്ടു. അങ്ങനെ പ്രിയപ്പെട്ടവരെ, ഓടിയ കാട്ടിലേക്ക് ഓടുന്ന വഴിയിൽ വയോവൃദ്ധനായ ഒരു മനുഷ്യൻ, അസ്ഥിപഞ്ചരമായ ശരീരം, അദ്ദേഹം ഇങ്ങനെ വളഞ്ഞ് ഒരു ലോഡ് വിറക് തന്റെ മുതുകിൽ വെച്ചുകൊണ്ട് വരുന്നത് കണ്ടപ്പോ ഇബ്രാഹിം എന്ന ആ രാജാവിനെ, വാപ്പാനെ മകൻ നോക്കി. ഉമ്മ പറഞ്ഞു കൊടുത്ത ചില അടയാണെങ്കിൽ അദ്ദേഹത്തിന് മനസ്സിലാക്കില്ല പിതാവ് എന്നെയാണ്. പക്ഷെ പെട്ടെന്നെങ്ങാനും പറഞ്ഞാൽ പിതാവ് എന്താ ചെയ്യാ? എല്ലാം ഒഴിവാക്കി പോന്നല്ലേ. ജനങ്ങളിടയിലെങ്ങാനും മറഞ്ഞാലോ, നാട് വിട്ടാലോ? ഒളിഞ്ഞു നിന്നു. 2-3 ദിവസം അങ്ങനെ കഴിഞ്ഞു. ശ്രദ്ധിക്കണം, വീണ്ടും പ്രിയപ്പെട്ടവരെ, ദിവസങ്ങൾ കഴിയാം. അങ്ങനെ ദിവസങ്ങൾ കഴിയുന്ന സമയത്ത് മഹാനായ രാജാവ് തന്റെ ശിഷ്യഗണങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കുക. എന്താ ക്ലാസ് എടുക്കണം? സുഹൃത്തുക്കളെ, ഹജ്ജിന്റെ സമയമായി.
നാടിന്റെ നാനാഭാഗത്തു നിന്ന് ലബ്ബൈക്ക് ചൊല്ലിക്കൊണ്ട് ആണുങ്ങൾ പെണ്ണുങ്ങൾ ആബാലവൃദ്ധ ജനങ്ങൾ പരിശുദ്ധമായ റബ്ബിന്റെ ഭവനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ആ സമയത്ത് നിങ്ങൾ അതിര് വിട്ടുകൊണ്ട് സ്ത്രീകളെ ശ്രദ്ധിക്കരുത്. നമ്മുടെ അമില് മുറിഞ്ഞു പോകും. അതുപോലെ തന്നെ കണ്ടാൽ ആശിക്കപ്പെടുന്ന യുവാക്കളെ, നമ്മുടെ ഭാഷ പറഞ്ഞ കുണ്ടന്മാരെ, കുട്ടികളെ നിങ്ങൾ നോക്കരുത്. കണ്ടാൽ ആശിക്കപ്പെടുന്നവരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കരുത്. എന്റെ പ്രിയപ്പെട്ടവര്, രാജാവ് ക്ലാസ് എടുത്തിട്ടോ, നേരെ ശ്രദ്ധിക്കണം. അതിന്റെ പിറ്റേ ദിവസം പരിശുദ്ധമായ കാവങ്ങനെ തവാഫ് ചെയ്യാം. മഹാനായ ഇബ്രാഹിം എന്നൊരു മുമ്പിലുണ്ട്, ശിഷ്യന്മാര് തൊട്ട ബാക്കിലുണ്ട്. വരിവരിക്ക് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ തൊട്ട വരിയിൽ ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, മഹാനായ രാജാവ് ആ ചെറുപ്പക്കാരനെ തന്നെ അങ്ങനെ നോക്കുക. ഇത് ഫക്കീറന്മാര് കണ്ടു. തമ്മത്തവര് പറഞ്ഞു, കണ്ടോ നമ്മളോട് നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഉസ്താദ് കണ്ടോ ഒരു യുവാവിനെ നോക്കണത്? അവർക്ക് അത്ഭുതമായി. പ്രിയപ്പെട്ടവരെ, ആ തവാഫ് കഴിഞ്ഞു. തവാഫിന്റെ രണ്ടരക്കാത്തൊന്ന് സുന്നത്ത് നിസ്കരിച്ച് സംസം മതിവരുവോളം കുടിച്ചിട്ട് ഒരു ഭാഗത്ത് ഇബ്രാഹിമും ഈ ഫക്കീറന്മാരും കൂടിയിരിക്കുമ്പോ ശ്രദ്ധിക്കണേ. ആ ഫക്കീറന്മാര് ചോദിച്ചു, മഹാനവറുകളെ, നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞില്ലേ കണ്ടാൽ ആശിക്കപ്പെടുന്ന ആണുങ്ങളെ നോക്കരുത് എന്ന്? പെണ്ണുങ്ങളെ മാത്രമല്ല, ആണുങ്ങളെ ആൺകുട്ടികളെ നോക്കരുതെന്ന് പറഞ്ഞില്ലേ? എന്നാൽ ഇപ്പൊ തവാഫ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അങ്ങൊരു സുമുഖനായ ചെറുപ്പക്കാരനെ നോക്കി നടക്കുന്നത്. അങ്ങനെ ചെയ്യാൻ കാരണം എന്തോ? അല്ലാഹു അക്ബർ. ശ്രദ്ധിച്ചോട്ടോ, ആ സമയത്ത് രാജാവ് കൊടുത്ത മറുപടി, ഇത് ബീദം ചെയ്തിടുവാനെന്ത് സബബദ്കി ജവാബാ, ഇനി ബൽഹിനെ പുറപ്പെടുന്നാൽ എനിക്കൊണ്ടൊരു മകവാ, സുതനോ എന്നുള്ള നിലവിലാതോ കിയതം എന്ന് പറഞ്ഞ് ചൊല്ലിത്താരിതാ ഫിക്കറന്മാർ ഒരുത്തർ പോകി തിരഞ്ഞ്. ചെയ്തിടുവാനുണ്ട് സബബദ്കി ജവാബാ, ഇനി ബൽഹിനെ പുറപ്പെടുന്നാൽ എനിക്കൊണ്ടൊരു മകവാ, സുതന എന്നുൾ നിലവിനൽ നോക്കിയതാമെന്ന് പറഞ്ഞ് ചൊല്ലിത്തരിത്ത ഫക്കീറന്മാരി ഒരുത്തർ പോകെ തിരഞ്ഞ്. രാജാവൻ പൊട്ടിക്കരൻ. ഓ, നിങ്ങളത് ശ്രദ്ധിച്ചില്ലേ? ഞാനെങ്ങനെ നോക്കാൻ കാരണം, വർഷങ്ങൾക്ക് മുമ്പ് ബൽഖായിലെ കൊട്ടാരം ഞാൻ വിട്ടിറങ്ങുമ്പോ എനിക്കൊരു മകനുണ്ടായിരുന്നു, പേര് അദ്ദേഹം. എന്റെ പൊന്നുമോന്റെ നെറ്റിത്തട, എന്റെ പൊന്നുമോന്റെ പുരികം, എന്റെ പൊന്നുമോന്റെ കണ്ണുകൾ, എന്റെ പൊന്നുമോന്റെ ചുണ്ടുകൾ, അതേപോലെയായിരുന്നു ആ ചെറുപ്പക്കാരൻ. എന്റെ മകനാണോ എന്നോർത്തുകൊണ്ട് കരഞ്ഞതാണ്. സത്യത്തിൽ മകനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടപ്പോ ആ കൂട്ടത്തൊരു ഫക്കീറുമല്ല എഴുന്നേറ്റുകൊണ്ട് ഖുറാസാൻ പട്ടണത്തിലെ കൊടി തെരഞ്ഞുകൊണ്ട് നടന്നു. ആ കൊടിയുടെ കീഴിൽ ആ ഹൈമയിൽ ടെന്റിൽ അരീശൻ തമ്പിൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. സലാം പറഞ്ഞു, അസ്സലാമു അലൈക്കും. ഒന്നങ്ങോട്ട് കയറി വന്നോട്ടെ. വരാം. പരിശുദ്ധമായ ഖുർആനിനെ കൂട്ടിപ്പിടിച്ചു. വന്നിട്ട് ചോദിച്ചു, മോനെ നിന്റെ പേരെന്താ? അദ്ദേഹം. നാട് ബൽഖ. ഉപ്പാന്റെ പേര് ഇബ്രാഹിം. കൊട്ടാരം വിട്ടു പോയത് പലയിടങ്ങളിലും ഞാൻ അന്വേഷിച്ചു എന്റെ വന്യപിതാവിനെ. അവരൊക്കെ പറഞ്ഞു മക്കയിൽ വന്നാൽ കിട്ടുമെന്ന്. മാസങ്ങളോളമായി ഇവിടെ വന്ന് ഞാൻ അന്വേഷിക്കുന്നു. എന്നോട് ഒരാൾ പറഞ്ഞു കാട്ടിലേക്ക് വിറക് വെട്ടാൻ പോയിട്ടുണ്ടെന്ന്. ഞാൻ പിന്തുടർന്നപ്പോ ഞാൻ കണ്ടു എന്റെ പിതാവിനെ. പക്ഷേ 90% ഉറപ്പില്ല. ചെറിയൊരു ഡൗട്ട് മാത്രമാണ്. അഥവാ പിതാവാണ് പരിചയപ്പെട്ട അദ്ദേഹം ഈ നാട് വിട്ടു പോകുമോ എന്നുള്ള പേടിയിൽ ഞാനൊന്നും മുണ്ടിയിട്ടില്ല. ഫക്കീർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മോനെ പേടിക്കണ്ട, മോനെ സബൂറാണ്, നിന്റെ പിതാവിനെ ഞാൻ കാണിച്ചു തരാം, വാ. ആരോടും പറയത്. ഒളികയപ്പോൾ ഫക്കീർ മോനെ കരഞ്ഞിടണ്ട, ഇറങ്ങി മുതിർന്ന വലീദ് അവരെ ഞാനും കാട്ടിടും എന്ന് കേട്ടൊരുങ്ങി.
പരിപാലങ്ങൾ ഫക്കീറിൻ കൂടെ തടമേ ഒശിന്ത് ബന്ദ് പിതാവിരിക്കും റുക്കുനിൽ യമാനിതമേ. ആ ഫക്കീർ പറഞ്ഞു, ഞാൻ നിന്റെ വാപ്പാനെ കാണിച്ചു തരാം. അപ്പോഴത് പരന്നു അവിടെ. എന്നെ പ്രിയപ്പെട്ടവരെ, മോൻ പുറപ്പെടുന്നതോടുകൂടെ ഉമ്മയും ചാടി പുറപ്പെട്ടു. ഞാനുണ്ട്. അതോടുകൂടെ പരിവാരങ്ങളും ഒപ്പം എല്ലാരും ഇങ്ങനെ കൂടി പോകുമ്പോ കഅബ ശരീഫിന് 4 മൂലയുണ്ട്. 4 മൂല. അതിൽ ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് അവിടെ നല്ലേ നമ്മൾ തവാഫ് തുടങ്ങി. ആ മൂലയിൽ നിന്ന് പോയി 1ാമത്തെ മൂല ഇവിടെ നോക്കി, ഹജറുൽ അസ്വദ്. 2ാമത്തെ മൂല, 3ാമത്തെ മൂല റുക്ന് ശാം, റുക്ന് ഇറാഖ്. ആ മൂലയും കഴിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ മറ്റൊരു മൂലയുണ്ട്. ആ മൂലന്റെ പേര് റുക്നുൽ യമാൻ. അവിടെ എത്തുമ്പോ അടയാളമുണ്ട്. എന്താണ് അടയാളം? അവിടെ എത്തുമ്പോ എല്ലാവരും ചൊല്ലും, റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഉംറക്ക് പോയ പെണ്ണുങ്ങൾക്കറിയാം, തവാഫ് ചെയ്ത ആളുകൾക്കറിയാം, ആ റുക്കുൽ യമാന്റെ ഭാഗം അവിടെ ഉണ്ട്. മഹാരാജാവിരിക്കണ, രാജാവിരിക്കുക. ഫക്കീറിന്റെ കൂടെ ആളുകൾ വരുമ്പോ രാജാവ് കാണുന്നുണ്ട്. അതെന്താണ്? തവാഫ് ചെയ്യാൻ വിചാരിച്ചു. അടുത്തേക്ക് എത്തിയപ്പോ ഉമ്മ പറഞ്ഞു, മോനെ ഇടമിന്നും പിതാവോർ ഇത മകനെ അറിഞ്ഞോ, ഹിദായത്തുള്ളിൽ അടക്കിടത്തെ മുഹിബ് മോശമറിഞ്ഞോ, അടുത്ത് കൊട്ടി പിടിത്ത് കണ്ണും തലമുഖവും മണത്ത് അളവില്ല കേണാതിശുദ്ധത്താൽ ഒരു വട്ടസം പിടുത്ത് പിരിശമുറ്റി പിതാവെ കണ്ണിൽ മണിയെ തനിപ്പിത്തന്നെ എത്തിമാക്കി അകന്തല്ലോ പൂങ്കനി മടക്കും നമ്മൾ പാതിക്ക് തന്നെ സഹിത മുകൾ വരണം, മനസ്സിനുള്ളിൽ മോഷിപ്പകത്തി സുഖപ്പെടുത്തി തരണം. റുക്നുൽ ഭാഗത്ത് വാപ്പിരിക്കുന്നത് കണ്ടതോടുകൂടെ ഭർത്താവിനെ പെട്ടെന്ന് മനസ്സിലായി രാജ്ഞിക്ക്. മകനോട് പറഞ്ഞു, അതുമ്പേ മോനെ നിന്റെ ഉപ്പയാണത്, ഇതാ നിന്റെ ഉപ്പ. ഇത് പറഞ്ഞതോടുകൂടെ അധികം ഓടിച്ചു. വാപ്പ പെട്ടെന്ന് എഴുന്നേറ്റു അട്ടഹാസം ഇട്ടു. ഓടാൻ വേണ്ടി തയ്യാറായപ്പോ മകൻ കെട്ടിപ്പിടിച്ചു. വാപ്പ മുത്തി മടക്കാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. വാപ്പ കുതറിക്കൊണ്ട് ഓടുമ്പോൾ വാപ്പയോട് പറയുകയാണ്, വാപ്പ തരണം പീതാവോരെ തനത്തിൽ ആരും എനിക്കില്ലല്ലോ, ഭരണത്താൽ ഏറ്റം നിയമത്തുണ്ടെന്നാലും പവായേ നീക്കി സുഖം ഇല്ലല്ലോ. പീതാവൂരെ നിങ്ങളോടികെ താരത്തിനാരും എനിക്കില്ലല്ലോ, ഭരണത്താൽ ഏറ്റം നിയമത്തുണ്ടെന്നാലും പവായേ നീക്കി സുഖമില്ലല്ലോ. പൂമുഖം കാണുമ്പോളോട്ടും ഹോഷിയില്ലല്ലോ, മണ്ണിൽ ഞാൻ ജീവിച്ചിരിക്കുന്നേ കാലത്ത് മന്നേ വേനാണേ വിടുവാനില്ലേ. പോലെ ഏറിയ സംഗീതം എന്നെ പാറഞ്ഞ് കരയുന്നോരായി തരണം പീതാവോരെ ഉങ്ങളോടികെ തലത്തിനാരും എനിക്കില്ലല്ലോ. കുതിരരുത്, വാപ്പ പോകരുത്, എന്റെ പൊന്നു വാപ്പ പോകരുത്. വർഷങ്ങളേറെയായി നഷ്ടപ്പെട്ട എന്റെ പൊന്നുപിതാവിനെ പലയിടത്തും ഞാൻ അന്വേഷിച്ച് കിട്ടിയതാണ്. വാപ്പ പോകരുത്, വാപ്പ ഈ ഉമ്മ
ഉപ്പാനെ വിചാരിച്ച് പോകരുത്. വാപ്പ പിരിഞ്ഞ അന്ന് മുതൽക്ക് എന്റെ ഉമ്മാക്ക് തീരെ സുഖല്ല. ഇഷ്ടംപോലെ സമ്പത്തും കൊട്ടാരവും സുഖ സൗഖ്യങ്ങളും വിട്ടേച്ചുകൊണ്ട് വാപ്പ പോന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഭരിക്കുന്ന രാജാവാണെങ്കിലും എനിക്ക് സുഖമില്ല വാപ്പ, എനിക്ക് സമാധാനമില്ല. എന്റെ വാപ്പാനെ ഞാൻ വിടില്ല, വല്ലാഹി ഞാൻ വിടില്ല, ഞാൻ വിടില്ല വാപ്പ, ഞാൻ വിടില്ല, ഞാൻ വിടില്ല. എല്ലാവരും പൊട്ടിക്കരയും. വാപ്പാക്കൊരു കുലുക്കവുമില്ല. ഒരേ ദൃഷ്ടിയിലേക്ക് നോക്കിക്കൊണ്ട് വാപ്പ എന്തോ ചില്ലിപ്പുറക്കുകയാണ്. ആ മകന്റെ മുഖത്തേക്ക് തിരിച്ചൊരു മുത്തം ആ വാപ്പ കൊടുക്കുന്നില്ല. ഭാര്യന്റെ മുഖത്തേക്ക് നോക്കുന്നില്ല. അവസാനം കുറെ പൊട്ടിക്കരയുമ്പോ ആ വാപ്പന്റെ ഹൃദയം ഒന്ന് പിടച്ചു. വാപ്പ മോന്റെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് ചുണ്ടത്തേക്ക് വെച്ച് ഒരു ഉമ്മ കൊടുത്തുകൊണ്ട് ചോദിച്ചു, മോനെ, വാപ്പാടെ കുട്ടി ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് വാപ്പ. വാപ്പാടെ കുട്ടി ആരുടെ മതത്തിലാണ് മോനെ? ഞാൻ നബിയുനാ റസൂലുള്ളാഹി, നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ മതത്തിലാണ്. അൽഹംദുലില്ലാഹ്. മതി മോനെ, മതി. വാപ്പാക്ക് സന്തോഷമായി. മതി മോനെ. ഒരൊറ്റ കുടച്ചിൽ ഓടി വാപ്പ ഓടി കൈവിട്ടു. മകനാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വാപ്പ മറഞ്ഞു. പക്ഷേ മകൻ വിട്ടില്ല, പട്ടാളക്കാർ വിട്ടില്ല. വയോവൃദ്ധനായ രാജാവിന് ഓടാൻ കഴിയും. യുവാവായിരിക്കുന്ന മോൻ ഓടിക്കൊണ്ട് കെട്ടി വീണ്ടും പിടിച്ചു. വാപ്പ പോകരുത്, ഞാൻ വിടില്ല. ആ സമയത്ത് വാപ്പയും മൂല സംഭാഷണം ഒരു 5 മിനിറ്റ്. പ്രിയപ്പെട്ടവരെ, നാം കാണും കീയാമം നാളെ എല്ലാരും കൂടും സംഘത്തിൽ. ആ സമയത്ത് മകൻ ചോദിച്ചു, വാപ്പാ, നാളെ മഹ്ശറയിലോ എവിടെ വന്നിട്ടാ വാപ്പാനെ ഞാൻ കാണുക? നാളെ മഹ്ശറയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ എത്രങ്ങാനും ജനങ്ങളാ നഫ്സി നഫ്സി എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടുമ്പോ എവിടെയാ ഞാൻ വാപ്പാനെ അന്വേഷിക്കേണ്ടത്? വാപ്പ പറഞ്ഞു കൊടുക്കുന്നു, മോനെ, ചോട് ഇല്ലെങ്കിൽ മീസാൻ ആ തട്ടിൽ നീ വന്ന് നാട് സബിതേരോടപ്പോൾ മകനോദി തൂക്കും 2 തട്ടുമായി 500 കൊല്ലം ദൂരമുണ്ട്. ഏത് കൊള്ളിവാരുന്നു ഞാൻ വിട്ട് നീ തൽമന്റെ തൊട്ടാടുത്തോയി മോനെ കണ്ടില്ല എങ്കിൽ മഹ്ശറാബൻ സഭയിൽ കാണും മാലികുൽ ജബ്ബാറിന്റെ മുന്നിടയിൽ. കുട്ടി എന്നെ സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിന്റെ അവിടെ നോക്കിക്കോ. സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തിന്റെ അവിടെ നോക്കിടാ. വാപ്പ പറഞ്ഞപ്പോ മോൻ ചോദിച്ചു, വാപ്പ അവിടെ കണ്ടില്ലെങ്കിലോ? മീസാൻ എന്ന തുലാസ് 2 തട്ടുണ്ട് മോനെ. ആ മീസാൻ എന്ന തട്ടിൽ നോക്കിക്ക മകനെ. മകൻ പറഞ്ഞു, വാപ്പ 2 തട്ടുണ്ട്. ഒരു തട്ടിൽ നിന്ന് മറ്റേ തട്ടിലേക്ക് 500 കൊല്ലം വഴി ദൂരമുണ്ട്. ഒന്ന് നന്മയുടെ തട്ടുണ്ട്, ഒന്ന് തിന്മയുടെ തട്ടുണ്ട്. എവിടെയാ ഞാൻ നോക്കണ്ട് വാപ്പാ? ശ്രദ്ധിക്കണേ, മഹാനുകൾ പറഞ്ഞു, തിന്മയുടെ തട്ടിൽ നോക്കടാ, നന്മയുടെ തട്ടിലല്ല. ഞാൻ ഒരുപാട് ഹജ്ജ് ചെയ്യുന്നു, ഉംറ ചെയ്യുന്നു, നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, നന്മയുടെ തട്ടിൽ നോക്കിക്കോ എന്ന അഹങ്കാരത്തിന്റെ വാക്കല്ല. സ്വർഗം തരേണ്ടത് റബ്ബിന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഔദാര്യമാണത്. രാജാവ് പറയാ, വാപ്പ പറയാ, വാപ്പാടെ കുട്ടി തിന്മയുടെ തട്ടിൽ നോക്ക്. വാപ്പാ അവിടെ വാപ്പാനെ കണ്ടില്ലെങ്കിലോ? ആ സമയത്ത് രാജാവ് പറയുകയാണ്, മഹ്ശറയിൽ അള്ളാന്റെ കോടതിയിൽ നോക്ക് മോനെ. അപ്പാ കോടാനക്കൂടി ആളുകൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടുമ്പോ അവിടെയും പല ഭാഗങ്ങളുണ്ട്. എവിടെ? അവിടെ മുഅ്മിനുകളുടെയുണ്ട്, അവിടെ ദോഷികൾ എന്തും ഏത് താലത്താകും വാപ്പാവും സന്ദേഹി തന്റെ വാക്കാൽ കേട്ടാറേ ദോഷികള് കൂട്ടത്തിൽ ചെണ്ടി നോക്കാൻ.
അവിടെ സത്യവിശ്വാസികൾ മുഅ്മിനായ ആളുകളെ സഫുണ്ടാകും, പാവപ്പെട്ട ദോഷികളെ സഫുണ്ടാകും. എവിടെയാ വാപ്പ ഞാൻ നോക്കേണ്ടത്? ദോഷികളുടെ സഫിന് നോക്ക് മകനെ. അല്ലാ, അവിടെയും കണ്ടില്ലെങ്കിലോ ശ്രദ്ധിക്കണേ, അവിടെ കണ്ടില്ലെങ്കിലോ നോക്കി നീ കാണാത്ത പക്ഷം നേരക വീട് തൊട്ടക്കാരൻ മാലിക് എന്നേ മാലിക്കിനോട് പാക്കിയം കെട്ട് ഇബ്രാഹിം എന്ന് പാപീതിയിലുണ്ടോ ഉണ്ട് ചോദിക്ക് പൊന്നെ. അവിടെ വാപ്പാടെ കുട്ടി കണ്ടില്ലെങ്കിൽ നരകത്തിന്റെ ഭാഗത്തേക്ക് ഓട്. ആ നരകത്തേക്ക് ആക്കുന്നൊരു മലക്കിന്റെ മകരെ പേര് മാലിക് എന്നാണ്. നരകത്തെ സൃഷ്ടിച്ച മുതൽ മാലിക് ചിരിച്ചിട്ടില്ല മകരെ. ആ മാലിക് എന്ന മലക്കിനോട് ചോദിക്ക്, നരകത്തിന്റെ കാവൽക്കാരോട് ചോദിക്ക്, ഓ മാലിക്കേ, പാപിയായ ദോഷിയായ കൊട്ടാരം വിട്ട സുൽത്താൻ ഇബ്രാഹിം നരകത്തിലുണ്ടോ എന്ന് ചോദിക്കടാ. അവിടെ എങ്ങാനും ഇല്ലാതെ മാലിക് പറഞ്ഞാൽ എന്റെ പൊന്നുമോനെ പിന്നെ നീ എവിടെയും തെരയണ്ട. ജോക്കിയ വീട്ടിൽ ഇല്ലെന്നീ കണ്ടാലറിഞ്ഞോ സ്വർഗ പൂങ്കാവാത് കൊള്ളെ പോയി തീരഞ്ഞോ. ഹക്കീമോൻ വേണ്ടുക വെത്തേ പോൽ തലത്ത് കാണും കരിയം വിണ്ടതിൽ ചെയ്യത്താൽ കേട് താനും. അവിടെ വാപ്പാട് കുട്ടിയില്ലാന്ന് ആ മാലിക് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പൊയ്ക്ക മോനെ. അല്ല വിധിച്ച ഭാഗത്ത് കാണും മകനെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരത്ഭുതമുണ്ടായി. പെട്ടെന്ന് ഇബ്രാഹിം കൽബന്ധു മാറി. മോനെ മോനെ എന്ന് വിളിക്കുമ്പോ ഒരാശരീരം കേൾക്കുന്നു. ഓ ഇബ്രാഹിം, എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ പ്രീതിക്കാന്ന് പറഞ്ഞുകൊണ്ട് പോന്ന നീയെ മറ്റൊരാളെ സ്നേഹിക്കുകയാണോ? ഇല്ല 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 റബ്ബേ, എന്റെ മകനോട് എനിക്ക് മഹബ്ബത്ത് വരുന്നതിന് മുമ്പ് മകന്റെയോ എന്റെയോ റൂഹിനെ ഇപ്പതിയൊന്ന് പിടിക്കണം റബ്ബേ. സഹൃദരേ, യുവാവായ സുമുഖനായ അദ്ദേഹം വാപ്പാനെ കെട്ടിപ്പിടിച്ച കരങ്ങൾ ലൂസായി പോയി, കയ്യയഞ്ഞു പോയി. പെട്ടെന്ന് വാപ്പാന്റെ കാല് ചുവട്ടിലേക്ക് വീണ് പോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മകൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയി. മകൻ മരിക്കാനുള്ള കാരണം മുഫസ്സിരീങ്ങൾ പറയുന്നത് വാപ്പാന്റെ നാവിൽ നിന്ന് വന്നത് മകനെയോ എന്നെയോ എന്നാണ്. വാപ്പ മകനെയോ എന്നെയോ മകൻ നിന്ന് മുൻകടന്ന കാരണത്താൽ മകൻ മയ്യത്തായി പോയി. ഇന്നോലില്ലോ പൊട്ടിക്കരഞ്ഞോ ഉമ്മയും പരിവാരങ്ങളും, ഞെട്ടിത്തരിച്ചോ മക്ക പട്ടണം. അതിന്റെ ഇടയിൽ ഇബ്രാഹിം എന്നൊരു സ്ഥലം വിട്ടുപോയി. പ്രിയപ്പെട്ടവരെ, വർഷങ്ങൾ കഴിഞ്ഞു. മഹാനവർ ലോകത്തോട് വിട പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കൊട്ടാരമിട്ടങ്ങിയ സുൽത്താന്റെ കൂടെ നാല് സുഖലോക സ്വർഗാരംഭത്തിൽ നമ്മൾ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. എല്ലാവരും അൽഹംദുലില്ലാഹ് ഭക്ഷണങ്ങളൊക്കെ കയ്യിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പാടിയതും പറഞ്ഞതും കേട്ടും ഒരു സ്വാലിഹായ അമലായി ഉൾപ്പെടുത്തുമാറാവട്ടെ. കുറച്ച് സമയം ഞാൻ കബറെടുത്തു, സാരില്ല. ഒരൊറ്റ കുട്ടി അനങ്ങാതെ ഈ കഥകൾ വീക്ഷിച്ചപ്പോ ഞാൻ കുറച്ചും കൂടെ അൽഹംദുലില്ലാഹ് കുറച്ച് പറഞ്ഞ് നിർത്തണിച്ചിട്ടിരുന്നു. അൽഹംദുലില്ലാഹ് ആ വീക്ഷണത്തിൽ നിന്ന് നിങ്ങളുടെ ആവേശം കണക്കിലെടുത്ത് ഞാൻ അങ്ങനെ പോയി. എന്തായിരുന്നാലും നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. നല്ലൊരു ദുആ നമ്മുടെ സദസ്സാണ്. അതുകൊണ്ട് കൂടുതലൊന്നുമില്ലെങ്കിലും ഒരു 3 സ്വലാത്ത് ചൊല്ലി തങ്ങൾ പറഞ്ഞത് അനുസരിച്ച് നമുക്കൊന്ന് ദുആ ചെയ്യാം. എന്താ اللهم صل على سيدنا محمد
محمد اللهم صل على سيدنا محمد والآل أهل البيت سلم والآل أهل البيت صل سلم على سيدنا محمد اللهم صل على سيدنا محمد والآل أهل البيت سلم والآل أهل البيت سلم صل على سيدنا محمد اللهم صل على سيدنا محمد والآل أهل البيت سلم والآل أهل البيت سلم الحمد لله رب العالمين തമ്പുരാനെ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ റഹ്മാനേ നിന്റെ ഹബീബിന്റെ റൗദിലേക്ക് എത്തിക്കണേ തമ്പുരാനെ ഞങ്ങളുടെ ഒരുമിച്ച് കൊള്ളും പിരിഞ്ഞ് സ്വാലിഹായ അമൽപ്പെടുത്തണേ തമ്പുരാനെ ഞങ്ങളെ എല്ലാ പാപങ്ങളെയും പൊറുക്കണേ തമ്പുരാനെ പാപരഹിതരായി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ വൃത്തികെട്ട ശരീരത്തിന്റെ ഇച്ഛക്ക് വഴി ശപിക്കപ്പെട്ട പിശാചിന്റെ സ്വതന്ത്രത്തിൽ പെട്ടുപോകാൻ ഞങ്ങൾക്ക് അവസരം നൽകണേ റബ്ബേ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ റബ്ബേ കരുണാവാരിതയെ ഞങ്ങളെ നീ നന്നാക്കണേ റബ്ബേ നിന്റെ മഹാന്മാരോട് കൂടെ സ്വർഗ്ഗത്തെ ഞങ്ങൾ ഒന്നിപ്പിക്കണേ റബ്ബേ ഈ മജ്ലിസ് നൂറിൽ മാസം മാസം പങ്കെടുക്കുന്ന സഹോദര സഹോദരിമാർ ഞങ്ങളുടെ എല്ലാവരും മുറാദ് നീ ഹാസിലാക്കണേ തമ്പുരാനെ ഇതിനുവേണ്ടി സഹായിച്ചവരെ നീ സഹായിക്കണേ തമ്പുരാനെ ഭക്ഷണം നൽകിയവരെ അരി നൽകിയവരെ പടച്ചവനെ ബക്കറ്റിൽ സംഭാവന ഇട്ടവരെ അല്ലാഹുവേ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരെ അവരിൽ പല മുറാദുകൾ വെച്ചുകൊണ്ട് തന്നവരെ എല്ലാം നീ കബൂലാക്കണം റബ്ബേ അതിലുപരി ഈ പരിശുദ്ധമായിരിക്കുന്ന മജ്ലിസിന്റെ ഭാരവാഹികളായി വളണ്ടിയർമാരായി ബഹുമാനപ്പെട്ട ഫൈസി ഉസ്താദ് അടക്കമുള്ള ഉസ്താദുമാര് ഒരുപാട് സംഘാടകര് ഒരുപാട് പ്രിയപ്പെട്ട യുവാക്കള് ഭക്ഷണം ഉണ്ടാക്കി തന്ന പ്രിയപ്പെട്ട സഹോദരിമാര് അവർക്കൊക്കെ നീ സുഖലോക സ്വർഗത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കണേ റഹ്മാനെ പടച്ചവനെ എന്നെ ബഹുമാനായ കുഞ്ഞുട്ടിയാക്ക അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് ഭക്ഷിപ്പിക്കണേ റബ്ബേ അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു താമസം സുഖലോക സ്വർഗത്തിൽ കൊടുത്ത് സഹായിക്കണേ റബ്ബേ ഒരുപാട് ദൂരത്തുനിന്ന് വന്നവര് അർഹമായ പ്രതിഫലം കൊടുക്കണമല്ലോ മുറാദ് ഹാസിലാക്കണമല്ലോ اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار وادخلنا الجنة مع الأبرار يا عزيز يا غفار اللهم اغفر لأمة محمد اللهم ارحم لأمة محمد اللهم ارحم لأمة محمد صلى الله عليه وسلم آمين برحمتك يا أرحم الراحمين ബഹുമാനപ്പെട്ട നിങ്ങളെ നേരത്തെ ഓർമ്മപ്പെടുത്തിയതുപോലെ നാളെ പത്തമ്പാട് വെച്ചിട്ടുണ്ട് ഈ ഖാദുലുലമയുടെ പരിപാടി നടക്കുകയാണ് നാളെ മറ്റന്നാളും അതുപോലെ തന്നെ 10-ാം തീയതി മുതൽ 15 വരെ 10-ാം തീയതി മുതൽ 15 വരെ ചമ്പ്ര സ്വലാത്ത് വാർഷികവും ദർസ് വാർഷികവും നടക്കുകയാണ്. അതിൽ 11-ാം തീയതി കണ്ണു കാണാത്ത അന്ധരായ ആളുകളുടെ മജ്ലിസ് നൂർ നടക്കുന്നുണ്ട്. പ്രത്യേകം അറിയിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പറ്റുന്ന എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം. നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ മദ്രസയിലും അതുപോലെ ഒരുപാട് സ്ത്രീകളുടെ ഭാഗത്തെ മദ്രസയിൽ പഠിക്കുന്ന നമ്മൾ ഈ ഭാഗത്ത് പഠിക്കുന്ന വളണ്ടിയേഴ്സ് പെൺകുട്ടികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നന്ദി പറയുന്നതിന് വേണ്ടി മുൻഷിറിനെ ക്ഷണിച്ചോളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതായാലും ഈ 2 ദിവസമായി നടന്ന ഈ വളരെ വിപുലമായ ഈ പരിപാടിക്ക് ബഹുമാനപ്പെട്ട നമ്മുടെ ഫൈസിയുടെ നേതൃത്വത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ 10-70ഓളം നമ്മുടെ വളണ്ടിയർമാർ വളരെ സജീവമായിരുന്നു. അതുപോലെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമ്മുടെ മദ്രസയിൽ പഠിക്കുന്ന മദ്രസയിലെ ഒരുപാട് സ്ത്രീകളടക്കമുള്ള വിദ്യാർത്ഥികൾ വളരെ സജീവമായി പ്രവർത്തിച്ചു. ഏതായാലും ഈ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം ഈ 3 സലാത്തോടെ പിരിച്ചു.